നാരായണ. ഹരി ഓം, ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമ്മായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലം കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.
നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ ശ്രീഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം 74-ാം അധ്യായം യുധിഷ്ഠിരന്റെ രാജസൂയ യാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് ശിശുപാലവധം എന്ന ഭാഗമാണ് ഇപ്പോൾ കാണാനിരിക്കുന്നത്. നമുക്ക് വായിക്കാം, വായിച്ചിട്ട് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ചതുസ്സപ്തതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഏവം യുധിഷ്ഠിരോ രാജാ ജരാസന്ധവധം വിഭോः കൃഷ്ണസ്യ ചാനുഭാവം തം ശ്രുത്വാ പ്രീതസ്തമബ്രവീത്. യുധിഷ്ഠിര ഉവാച. യേസ്യുസ്ത്രൈലോക്യഗുരവः സർവേ ലോകമഹേശ്വരാः വഹന്തി ദുർലഭം ലബ്ധ്വാ ശിരസൈവാനുശാസനം. സ ഭവാനരവിന്ദാക്ഷോ ദീനാനാമീശമാനിനാം ദത്തേനുശാസനം ഭൂമൻ തദത്യന്ത വിഡംബനം. ന ഹ്യേകസ്യാദ്വിതീയസ്യ ബ്രഹ്മണഃ പരമാത്മനഃ കർമ്മഭിർവർദ്ധതേ തേജോ ഹ്രസതേ ച യദാ രവേഃ. ന വൈ തേ അജിതഭക്താനാം മമാഹമിതി മാധവ ത്വം തവേതി ച നാനാദീഃ പശൂനാമിവ വൈകൃതാ. ശ്രീശുക ഉവാച. ഇത്യുക്ത്വാ യജ്ഞിയേ കാലേ വവ്രേ യുക്താൻ സഋത്വിജഃ കൃഷ്ണാനുമോദിതഃ പാർത്ഥോ ബ്രാഹ്മണാൻ ബ്രഹ്മവാദിനഃ. ദ്വൈപായനോ ഭരദ്വാജഃ സുമന്തുർഗൗതമോസിതഃ വസിഷ്ഠശ്ച വനക്കണ്വോ മൈത്രേയഃ കവശസ്ത്രിദഃ. വിശ്വാമിത്രോ വാമദേവഃ സുമതിർജൈമിനി ക്രതുഃ പൈലഃ പരാശരോ ഗർഗോ വൈശമ്പായന ഏവ ച. അഥർവാ കശ്യപോ ധൗമ്യോ രാമോ ഭാർഗവ ആസുരിഃ വീതിഹോത്രോ മധുച്ഛന്ദാ വീരസേനോ അകൃതവ്രണഃ. ഉപഹൂതാസ്തഥാ ചാന്യേ ദ്രോണഭീഷ്മകൃപാദയഃ ധൃതരാഷ്ട്രഃ സഹസുതോ വിദുരശ്ച മഹാമതിഃ. ബ്രാഹ്മണാ ക്ഷത്രിയാ വൈശ്യാഃ ശൂദ്രാ യജ്ഞദിദൃക്ഷവഃ തത്രേയുഃ സർവരാജാനോ രാജ്ഞാ പ്രകൃതയോ നൃപ. തതസ്തേ ദേവയജനം ബ്രാഹ്മണാ സ്വർണലാംഗലൈഃ കൃഷ്ട്വാ തത്ര യഥാമനായം ദീക്ഷയാഞ്ചക്രിരേ നൃപം. ഹൈമാ കിലോപകരണാ വരുണസ്യ യഥാ പുരാ ഇന്ദ്രാദയോ ലോകപാലാ വിരിഞ്ച ഭവസംയുതാഃ. സഗണാ സിദ്ധഗന്ധർവാ വിദ്യാധരമഹോരഗാഃ മുനയോ യക്ഷരക്ഷാംസി ഖഗ കിന്നരചാരണാഃ. രാജാനശ്ച സമാഹൂതാ രാജപത്ന്യശ്ച സർവശഃ രാജസൂയം സമീയുസ്മ രാജ്ഞഃ പാണ്ഡുസുതസ്യ വൈ. മേനിരേ കൃഷ്ണഭക്തസ്യ സൂപപന്നം അവിസ്മിതാഃ അയാജയൻ മഹാരാജം യാചകാദേവവർച്ചസഃ രാജസൂയേന വിധിവത് പ്രാജേതസം ഇമാമരാഃ. സൗത്യേഹന്യവനീബാലോ യാചകാൻ സതസസ്പതീൻ അപൂജയൻ മഹാഭാഗാൻ യഥാവത്സു സമാഹിതഃ. സദസ്യാദ്ഗിര്യാർഹണാർഹം വൈ വിമൃശന്തഃ സഭാസദാഃ നാദ്യഗച്ഛൻ അനൈകാന്ത്യാത് സഹദേവസ്തദാ ബ്രവീത്. അർഹതി ഹ്യച്യുതശ്രൈഷ്ഠ്യം ഭഗവാൻ സത്വദാമ്പതിഃ ഏഷ വൈ ദേവതാ സർവാ ദേശകാലധനാദയഃ. യഥാത്മകമിദം വിശ്വം ക്രതവശ്ച യഥാത്മകാഃ അഗ്നിരാഹുദയോ മന്ത്രാഃ സാഖ്യം യോഗശ്ച യത്പരഃ. ഏക ഏവാദ്വിതീയോऽസൗ ഐതദാത്മ്യമിദം ജഗത് ആത്മനാത്മാശ്രയസഭ്യാഃ സൃജത്യവതിഹന്ത്യജഃ.
വിവിധാനീഹ കർമാണി ജനയൻ യദപേക്ഷയാ ഈഹതേ യദയം സർവഃ ശ്രേയോ ധർമാദിലക്ഷണം തസ്മാത് കൃഷ്ണായ മഹതേ ദീയതാം പരമാർഹണം ഏവം ചേത് സർവഭൂതാനാം ആത്മനശ്ചാർഹണം ഭവേത് സർവഭൂതാത്മഭൂതായ കൃഷ്ണായാനന്യദർശിനേ ദേയം ശാന്തായ പൂർണായ ദത്തസ്യാനന്ദ്യമിച്ഛതാം ഇത്യുക്ത്വാ സഹദേവോ ഭൂത്തൂഷ്ണീം കൃഷ്ണാനുഭാവവിത് തച്ഛ്രുത്വാ തുഷ്ടുഃ സർവേ സാധു സാധ്വിതി സത്തമാഃ ശ്രുത്വാ ദ്വിജേരിതം രാജാ ജ്ഞാത്വാ ഹാർദം സഭാസദാം സമർഹയദൃഷികേശം പ്രീതഃ പ്രണയവിഹ്വലഃ തൽപാദൗ അവനിജ്യാപഃ ശിരസാ ലോകപാവനീഃ സഭാര്യ സാനുജാമത്യഃ സകുടുംബോ വഹന്മുദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ വാസോ വിപ്പീതകൗശൈർഭൂഷണൈശ്ച മഹാധനൈഃ അർഹയിത്വാശ്രുപൂർണാക്ഷോ നാശകത്സമവേക്ഷിതും ഇത്തം സഭാജിതം വീക്ഷ്യ സർവേ പ്രാഞ്ജലയോ ജനാഃ നമോ ജയേതി നേമുസ്തം നിപേതുഃ പുഷ്പവൃഷ്ടയഃ ഇത്തം നിശമ്യതമഘോഷസുതസ്വപീഡാദുത്തായ കൃഷ്ണഗുണവർണ്ണനജാതമന്യുഃ ഉക്ഷിപ്യ ബാഹും ഇതമാഹ സദസ്യമർഷി സംശ്രാവയൻ ഭഗവതേ പരുഷാണ്യഭീതഃ ഈശോ ദുരത്യയക്കാല ഇതി സത്യവതി ശ്രുതിഃ വൃദ്ധാനാമപി യദ്ബുദ്ധിഃ ബാലവാക്യൈർവിഭിദ്യത്തെ യൂയം പാത്രവിദാം ശ്രേഷ്ഠാ മാമന്ധ്വം ബാലഭാഷിതം സദസസ്പദയഃ സർവേ കൃഷ്ണോ യത്സമ്മതോർഹണ അർഹണേ തപോ വിദ്യാവ്രതധരാൻ ജ്ഞാനവിദ്വസ്തകൽമഷാൻ പരമർഷീൻ ബ്രഹ്മനിഷ്ഠാൻ ലോകപാലൈശ്ച പൂജിതാൻ സദസസ്പദീനതിക്രമ്യ ഗോപാലകുലപാംസനഃ യഥാ കാകപുരോടാശം സപര്യാം കഥമർഹതി വർണ്ണാശ്രമകുലാഭേദഃ സർവധർമ്മബഹിഷ്കൃതഃ സ്വൈരവർത്തി ഗുണൈർഹീനഃ സപര്യാം കഥമർഹതി യയാദിനൈഷാം ഹി കുലം ശബ്ദം സദ്ഭിർബഹിഷ്കൃതം വൃഥാ പാനരതം ശശ്വത സപര്യാം കഥമർഹതി ബ്രഹ്മർഷി സേവിതാൻ ദേശാൻ ഹിത്വൈതേ അബ്രഹ്മവർച്ചസം സമുദ്രം ദുർഗമാശ്രിത്യ ബാധന്തേ ദസ്യവഃ പ്രജാഃ ഏവമാദീന്യഭദ്രാണി ബഭാഷേ നഷ്ടമംഗളഃ നോവാച കിഞ്ചിത് ഭഗവാൻ യഥാ സിംഹഃ ശിവാരുദം ഭഗവന്നിന്ദനം ശ്രുത്വാ ദുസ്സഹം തത്സഭാസദഃ കർണൗ പിധായ നിർജഗ്മുഃ ശപന്തശ്ചേദിപം വൃഷാ നിന്ദാം ഭഗവതഃ ശൃണ്വൻ തൽപരസ്യ ജനസ്യ വാ തതോ നാപൈതി യസ്സോപി യാത്യതഃ സുകൃതാച്യുതഃ തതഃ പാണ്ഡുസുതാ ക്രുദ്ധാ മത്സ്യകൈകയ സഞ്ജയാഃ ഉദായുധാ സമുത്തസ്തുഃ ശിശുപാലജിഗാംസവഃ തതശ്ചൈദ്യസ്തു അസംഭ്രാന്തോ ജഗൃഹേ ഗഡ്ഗചർമ്മണി ബൽസയൻ കൃഷ്ണപക്ഷീയാൻ രാജ്ഞഃ സദസി ഭാരത താവദുത്തായ ഭഗവാൻ സ്വാൻ നിവാര്യ സ്വയം രുഷാ ശിരക്ഷുരാന്തചക്രേണ ജഹാരാപതതോ റിപോഃ ശബ്ദകോലാഹലോപ്യാസീദ ശിശുപാലേ ഹതേ മഹാൻ തസ്യാനുയായിനോ ഭൂപാ ദുദ്രുവുർജീവിതൈഷിണഃ ചൈത്യദേഹോത്തിതം ജ്യോതിഃ വാസുദേവം ഉപാവിശത് പശ്യതാം സർവഭൂതാനാം ഉൽക്കേവ ഭുവി ഖാച്യുതാം ജന്മത്രയാനുഗുണിത വൈരസംരബ്ധയാ ധിയ ധ്യായൻ തന്മയതാം യാതോ ഭാവോ ഹി ഭവകാരണം ഋത്വിഗ്ഭ്യഃ സസദസ്യേഭ്യോ ദക്ഷിണാം വിപുലാം അദാത് സർവാൻ സംപൂജ്യ വിധിവത് ചക്രേ അവഭൃതമേകരാട് സാധയിത്വാ ക്രതും രാജ്ഞഃ കൃഷ്ണോ യോഗേശ്വരേശ്വരഃ ഉവാസ കതിജിന്മാസാൻ സുഹൃദ്ഭിഃ അഭിയാജിതഃ തതോനുജ്ഞാപ്യ രാജാനം അനിച്ഛന്തം അഭീശ്വരഃ യയൗ സഭാര്യഃ സാമാത്യഃ സ്വപുരം ദേവകീസുതഃ വർണ്ണിതം തദുപാഖ്യാനം മയാ തേ ബഹുവിസ്തരം വൈകുണ്ഠവാസിനോർ ജന്മ വിപ്രശാപാ പുനഃ പുനഃ
രാജസൂയാവൃത്യേന സ്നാതോ രാജാ യുധിഷ്ഠിരഃ ബ്രഹ്മക്ഷത്രസഭാമധ്യേ ശുശുഭേ സുരരാടിവ രാജ്ഞാ സഭാജിതാ സർവേ സുരമാനവഖേചരാഃ കൃഷ്ണം ക്രതും ച ശംസന്തഃ സ്വധാമാനി യയുർമുദാം ദുര്യോധനമൃതേ പാപം കരിം കുരുകുലാമയം യോ നസേഹേ ശ്രിയം സ്ഫീതാം ദൃഷ്ട്വാ പാണ്ഡുസുതസ്യ താം യൈദം കീർത്തയേത് വിഷ്ണോഃ കർമ്മ ചൈദ്യവദാധികം രാജമോക്ഷം വിതാനം ച സർവപാപൈഃ പ്രമുച്യത്തെ. ഹരി ഓം. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ശിശുപാലവധോ നാമ ചതുസ്സപ്തതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. നാരായണ. യുധിഷ്ഠിരൻ ജരാസന്ധൻ വധിക്കപ്പെട്ടത് കേട്ട് സന്തോഷിച്ച് ഭഗവാനെ സ്തുതിക്കുന്നു. ഭഗവാന്റെ കാരുണ്യത്തെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നു. അതിനുശേഷം യാഗം ആരംഭിച്ചു. പുരോഹിതന്മാരായി വ്യാസാദികളെ വരിച്ചു. ആ യാഗഭൂമി സ്വർണ്ണക്കലപ്പ കൊണ്ട് പുരോഹിതന്മാർ ഉഴുതു. അതുപോലെ യുധിഷ്ഠിരനെ ദീക്ഷ വരിപ്പിച്ചു. 4 വർണ്ണങ്ങളിലുള്ള ആളുകളും ഈ യാഗം ദീക്ഷിക്കാനായി കൊണ്ട് വന്നു ചേർന്നു. ദേവന്മാരും ഗന്ധർവന്മാരും എല്ലാവരും ആകാശത്തുനിന്നും സ്വർഗത്തിൽ നിന്നൊക്കെ വന്നു ചേർന്നു. അവിടെ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളെല്ലാം സ്വർണ്ണ നിർമ്മിതങ്ങളായിരുന്നു. വരുണന്റെ യാഗം പോലെ. മുമ്പ് ദേവന്മാർ വരുണന് രാജസൂയയാഗം ചെയ്യാൻ എങ്ങനെ സഹായിച്ചുവോ അതുപോലെ ബ്രാഹ്മണര് യുധിഷ്ഠിരന്റെ രാജസൂയയാഗം നടത്തിക്കൊടുത്തു. അതിൽ സൗത്യേ അഹനി, സൂതം എന്നുള്ള ക്രിയ നിർവഹിക്കുന്ന ആ ദിവസം ധർമ്മപുത്രര് അവിടെയുള്ള എല്ലാ മുതിർന്നവരെയും ഗുരുക്കന്മാരെയും ബ്രാഹ്മണരെയും എല്ലാം ദക്ഷിണാദികൾ കൊടുത്ത് നമസ്കരിച്ച് സന്തോഷിപ്പിച്ചു. അതിനുശേഷം ഈ വന്നിരിക്കുന്നവരിൽ സഭയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളെ ഏറ്റവും അഗ്രി ആസനത്തിലിരുത്തി പൂജിക്കണം. അതിന് ആരെയാണ് പൂജിക്കേണ്ടത് എന്നുള്ള ചർച്ച തീരുമാനമായില്ല. കാരണം ഒരുപാട് പേര് യോഗ്യന്മാരുണ്ട്. അനൈകാന്ത്യാത്. പിന്നീട് സഹദേവൻ എഴുന്നേറ്റ് പറഞ്ഞു, അർഹതി അച്യുത ശ്രൈഷ്ഠ്യം ഭഗവാൻ സാത്വതാം പ്രതി. ആ ഭക്തന്മാരുടെ രക്ഷകനായ ആ അച്യുതൻ, നാശരഹിതനായിട്ടുള്ള ഭഗവാൻ ശ്രൈഷ്ഠ്യം അർഹതി, ശ്രേഷ്ഠ പൂജ അർഹിക്കുന്നു. അവൻ തന്നെയാണ് സകല ദേവതകളും, അവൻ തന്നെയാണ് ദേശകാല ധനാദികളെല്ലാം. ഈ വിശ്വം അവൻ്റെ സ്വരൂപം തന്നെയാണ്. ക്രതുക്കളെല്ലാം അവനു വേണ്ടിയാണ്. അഗ്നികളും മന്ത്രങ്ങളും സാന്ധ്യവും യോഗവും ആഹൂതികളും എല്ലാം തന്നെ ആ ഭഗവത് പ്രാപ്തിക്കുള്ളതാണ്. അവൻ ഏകനാണ്, അദ്വിതീയനാണ്. ഈ ജഗത്ത് അവൻ്റെ മൂർത്തിഭാവം തന്നെയാണ്. അവൻ വേറൊരാളെയും ആശ്രയിക്കാതെ തന്നെത്താൻ സ്വതന്ത്രനായിക്കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു, രക്ഷിക്കുന്നു, സംഹരിക്കുന്നു. ഇവിടെ നടക്കുന്ന എല്ലാ കർമ്മങ്ങളും അവൻ്റെ അപേക്ഷ കൊണ്ടാണ് നടക്കുന്നത്. കർമ്മങ്ങളുടെ ഫലങ്ങൾ ലഭിക്കുന്നതും അവൻ്റെ കടാക്ഷം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ആ മഹാനായ മഹാത്മാവായ ആ കൃഷ്ണനായിക്കൊണ്ട് പരമാർഹണം ദീയതാം, ആ പൂജയെ ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ സർവഭൂതങ്ങൾക്കും ആത്മാവിനും ഉള്ള പൂജയായി ഭവിക്കും. അത്
അവനവനുള്ള പൂജയായി ഭവിക്കും. അങ്ങനെ സർവഭൂതങ്ങളുടെയും ആത്മഭൂതനും അനന്യദർശിയും ശാന്തനും പൂർണ്ണനുമായിട്ടുള്ള ആ കൃഷ്ണന് വേണം ആനന്ദ്യം ഇച്ഛിക്കുന്നവർ പൂജ ചെയ്യാൻ. ആനന്ദ്യം എന്ന് പറഞ്ഞാൽ അന്തമില്ലാത്ത അവസ്ഥ എന്ന് വെച്ചാൽ നാശരഹിതമായ അഥവാ അളവില്ലാത്ത ആനന്ദം ലഭിക്കാൻ, സുഖം ലഭിക്കാൻ, കർമ്മഫലങ്ങൾ ലഭിക്കാൻ എല്ലാറ്റിനുമായിക്കൊണ്ട് അവനെയാണ് ആരാധിക്കേണ്ടത്. കാരണം അവനാണ് അനന്തൻ. അനന്തനെ ആരാധിച്ചാലേ ആനന്ദ്യം ആയിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് കേട്ടിട്ട് എല്ലാവരും സാധു സാധു എന്ന് ആ സഭയിൽ ഘോഷിച്ചു. അങ്ങനെ എല്ലാവരുടെയും മനസ്സിലാക്കിയ യുധിഷ്ഠിരൻ ഭഗവാനെ ആ ശ്രേഷ്ഠ സ്ഥാനത്തിരുത്തിക്കൊണ്ട് ഭക്തിപരവശനായി പൂജിക്കുന്നു. ഭഗവാന്റെ പാദങ്ങളെ കഴുകി ലോകപാവനിയായ ആ ഭഗവാന്റെ പാദതീർത്ഥത്തെ തൻ്റെ ശിരസാധരിച്ചു. ഭാര്യയായ പാഞ്ചാലിയുടെ ശിരസിലും പാണ്ഡവന്മാരുടെ മറ്റു 4 പേരുടെയും ശിരസിലും ഒക്കെ തളിച്ചു. കുടുംബത്തിനെ മുഴുവൻ ശുദ്ധീകരിച്ചു. പൂജയുടെ ഭാഗമായി ഭഗവാന് പട്ടുവസ്ത്രങ്ങൾ, പീതാംബരങ്ങൾ, ഭൂഷണങ്ങൾ ഇതെല്ലാം കൊടുത്ത് പൂജിച്ചു. എന്നിട്ട് അശ്രുപൂർണാക്ഷ നാശകത് സമവേക്ഷിതും, ആനന്ദ നിർവൃതനായി കണ്ണു നിറഞ്ഞവനായി ഭഗവാനെ നോക്കാൻ പോലും ശക്തിയില്ലാതെ പരവശനായി തീർന്നു ആ യുധിഷ്ഠിരൻ എന്ന് പറയണം. ഈ സമയത്ത് എല്ലാവരും ജയ ജയ നമോ നമ എന്നുള്ള ഘോഷങ്ങളെ മുഴക്കി. ആകാശത്തുനിന്ന് ദേവന്മാരും മറ്റുമൊക്കെ പുഷ്പവൃഷ്ടിയും ചെയ്തു. ഈ സന്ദർഭത്തിൽ ദമഘോഷസുതനായ ശിശുപാലൻ തൻ്റെ സ്ഥാനത്ത് നിന്ന് സ്വപീഡാദുത്ഥായ താനിരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് കൃഷ്ണന്റെ ഗുണവർണ്ണന ജാത മഞ്ഞു, എല്ലാവരും കൃഷ്ണന്റെ ഗുണത്തെ വർണ്ണിക്കുന്നത് കേട്ട് മഞ്ഞു വർദ്ധിച്ചവനായിട്ട്, കോപം വന്നവനായിട്ട് ചാടിയിറങ്ങി ഉക്ഷിപ്യ ബാഹും, കൈ കൊടഞ്ഞുകൊണ്ട് ഇതമാഹ, ഇപ്രകാരം ആ അമർഷിയായിട്ട് സദസ്സിൽ പറഞ്ഞു. ഭഗവതേ പരുഷാണി, ഭഗവാനെക്കുറിച്ച് പരുഷങ്ങൾ അഭീതനായി എല്ലാവരെയും കേൾപ്പിച്ചു. സംസ്രാവയൻ, അങ്ങനെ ഭഗവാനെ നിന്ദിച്ചുകൊണ്ട് ശിശുപാലൻ പറഞ്ഞ വാക്കുകളാണ് 37-ാം ശ്ലോകം വരെ. ആദ്യം സദസ്സിനോട് ചോദിച്ചു, അല്ലെങ്കിൽ ഒരു പരിഹാസോക്തിയായിട്ട് പറഞ്ഞു, കാലം ഭയങ്കരം തന്നെ, ദുരത്യനാണ്, ഈശനാണ് ഈ കാലം എന്നുള്ള ശ്രുതി സത്യവതി, അത് സത്യം തന്നെയായിരിക്കുന്നു. കാരണം ഇവിടെ ബാലവാക്യങ്ങളെ കൊണ്ട് വൃദ്ധന്മാരുടെ ബുദ്ധി പോലും ഭ്രമിച്ചു പോയിരിക്കുന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ ശ്രേഷ്ഠന്മാരല്ലേ, നിങ്ങൾ പാത്രമറിയുന്നവരല്ലേ, നിങ്ങൾ ബാലഭാഷിതത്തെയാണോ മാനിക്കുന്നത്? ഒരു ചെക്കൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിനെ അനുവദിക്കുകയാണോ ചെയ്യുന്നത്? കൃഷ്ണൻ അർഹണത്തിന് സമ്മതനാണ് എന്ന് സദസസ്പതികളായ നിങ്ങളൊക്കെ കൂടി എന്തിനാ അംഗീകരിച്ചത്? ഇവിടെ കൃഷ്ണനേക്കാൾ യോഗ്യരായിട്ടുള്ള എത്ര ആളുകൾ ഇരിക്കുന്നു. തപസ്സുകൊണ്ടും വിദ്യ കൊണ്ടും വ്രതം കൊണ്ടും അതുപോലെ തന്നെ ജ്ഞാനം കൊണ്ട് നശിച്ച കൽമഷത്തോടു കൂടിയവരും പരമന്മാരായ ഋഷീശ്വരന്മാരും അതുപോലെ ലോകപാലന്മാരാൽ പൂജിക്കപ്പെടുന്നവരായിട്ടുള്ള ബ്രഹ്മനിഷ്ഠന്മാരായ മഹാത്മാക്കളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള സദസ്സിന്റെ പതികളായ ആളുകളെ അതിക്രമിച്ചുകൊണ്ട് ഈ കുലത്തെ ദുഷിപ്പിക്കാനായി വന്നിരിക്കുന്ന ഈ പശുപാലകനെ നിങ്ങൾ എങ്ങനെ പൂജിക്കുന്നു? കഥം സപര്യാമർഹതി, എങ്ങനെ അയാൾ പൂജ അർഹിക്കുന്നു? യാഗശാലയിൽ ഹവിസ്സിനെ കാക്ക കട്ടുകൊണ്ടുപോകുന്ന പോലെയായി ഇപ്പോൾ. കാകഹ പുരോടാശംയത, ഇവനാണെങ്കിൽ വർണ്ണധർമ്മങ്ങൾ പരിപാലിക്കുന്നില്ല, ആശ്രമധർമ്മങ്ങൾ പരിപാലിക്കുന്നില്ല, കുലധർമ്മങ്ങൾ പരിപാലിക്കുന്നില്ല, എല്ലാ ധർമ്മങ്ങളിൽ നിന്നും പുറത്തു ചാടിയവനാണ്, സ്വതന്ത്രവർത്തിയാണവൻ.
ഗുണങ്ങളൊന്നുമില്ലാത്തവനാണ്. അങ്ങനെയുള്ള ഒരുവനെ നിങ്ങൾ എങ്ങനെ പൂജിക്കും? സപര്യാം കഥമർഹതി. ഇങ്ങനെ ശിശുപാലൻ ഭഗവാനെ നിന്ദാവചനങ്ങളെ കൊണ്ട് ആക്ഷേപിക്കുകയാണ്. എന്നാൽ ശിശുപാലന്റെ വചസ്സുകൾക്ക് ശിശുപാലൻ അറിയാതെ മറ്റൊരർത്ഥം വന്നു ചേരുന്നു. അതാണ് ഭഗവാന്റെ നിർഗുണ നിരാകാരമായിരിക്കുന്ന ആ ബ്രഹ്മതത്വത്തിൻ്റെ ലക്ഷണങ്ങൾ പറയുന്ന, മാഹാത്മ്യം പറയുന്ന വചനങ്ങളായി തീരുന്നു. അത് സരസ്വതീ ദേവിയുടെ ഒരു അനുഗ്രഹം. ഭഗവാനെ നിന്ദിക്കാൻ ദേവി ആരെയും അനുവദിക്കില്ല. അതുകൊണ്ട് ഇദ്ദേഹം നിന്ദിക്കാനായി പറഞ്ഞതുപോലും അത് ഭഗവാന്റെ പരമതത്വത്തെ പ്രതിപാദിക്കുന്ന വാക്യങ്ങളായി തീർന്നു എന്ന് പറയാം. അപ്പോൾ നമ്മൾ 35-ാം ശ്ലോകം വരെ ഇന്നലെ കണ്ടു. തുടർന്ന് കാണണം. ാം ശ്ലോകം മുതൽക്ക് കാണാം. ശിശുപാലന്റെ വാക്കുകൾ തന്നെ 36ഉം 37ഉം ശ്ലോകങ്ങളും. യയാദിനൈഷാം ഹി കുലം ശപ്തം സദ്ഭിർബഹിഷ്കൃതം വൃഥാപാനരതം ശശ്വത സപര്യാം കഥമർഹതി. യയാദിനൈഷാം ഹി കുലം ശപ്തം സദ്ഭിർബഹിഷ്കൃതം വൃഥാപാനരതം ശശ്വത സപര്യാം കഥമർഹതി. അപ്പോ ശിശുപാലൻ ഈ യദുവംശത്തെ തന്നെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. ഈ യദുവംശത്തിൽ തന്നെയാണ് ശിശുപാലന്റെ അമ്മയും ജനിച്ചിരിക്കുന്നത്. പക്ഷേ ശിശുപാലൻ തൻ്റെ അച്ഛൻ്റെ വഴിക്ക് ചേതി രാജകുമാരനാണ്, ചേതി രാജാവാണ്. അതുകൊണ്ട് അമ്മയുടെ വംശത്തെ തന്നെ തള്ളിപ്പറയുകയാണ്. അല്ലേ? രാജാക്കന്മാരുടെ ഇടയിൽ അവിടെ പാട്രിയാർക്കി അങ്ങനെയുള്ള ദായക്രമം ആയിരുന്നു. അല്ലാതെ മരുമക്കത്തായം അല്ല. മക്കത്തായ സമ്പ്രദായം ആയതുകൊണ്ട് അച്ഛൻ്റെ വംശത്തോട് താതാത്മ്യം പ്രാപിച്ച് അമ്മയുടെ വംശത്തെ തള്ളിപ്പറയുകയാണ് ഇവിടെ ശിശുപാലൻ ചെയ്യുന്നത്. എന്താ അമ്മയുടെ വംശം? യദുവംശമാണ്. അപ്പോൾ ആ യദുവംശം യയാദിയാൽ ശപിക്കപ്പെട്ടതാണ് എന്ന് പറയണം. യയാദിന ഏഷാം ഹി കുലം ശപ്തം. ഏഷാം കുലം, ഇവരുടെ കുലം, ഈ കൃഷ്ണാദികളുടെ കുലം ഉണ്ടല്ലോ, യയാദിയുടെ യദുവിന്റെ കുലം, അത് യയാദിനാ ശബ്ദം. പണ്ട് യദുവിന്റെ അച്ഛനായ യയാദിയാൽ ശപിക്കപ്പെട്ടതാണ്. ഈ യദുവംശത്തിന് രാജ്യാവകാശമില്ല എന്ന് ശപിച്ചതാണ്. അപ്പൊ സ്വന്തം വംശപൂർവീകൻ തന്നെ ശപിച്ച വംശമാണ് ഇവരുടെ വംശം എന്ന് നിന്ദിക്കുകയാണ്. വാസ്തവത്തിൽ യയാദി ശപിച്ചുവെങ്കിലും പിന്നീട് യദുവിൻ്റെ ധർമ്മനിഷ്ഠ, മാഹാത്മ്യം അതൊക്കെ കൊണ്ട് അനേക ബ്രാഹ്മണർ വന്ന് യദുവിനെ കൊണ്ട് അതിനു വേണ്ട പ്രായശ്ചിത്തം ചെയ്യിക്കുകയും യയാദിയുടെ ശാപത്തിൽ നിന്ന് ആ വംശത്തെ മുക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല. അല്ലേ? ചില കാര്യങ്ങൾ പബ്ലിസിറ്റി കൊടുക്കും. തെറ്റായ കാര്യങ്ങളൊക്കെ ഈ ലോകത്തിൽ വേഗം പബ്ലിസിറ്റി കിട്ടി പരസ്യമാകും. നല്ല കാര്യങ്ങളൊന്നും ആരും അറിയാതെ പോകും. അതെല്ലാ കാലത്തും ഉണ്ട്. ദൂഷണം പറയാൻ ആൾക്കാർക്കൊക്കെ വലിയ താല്പര്യമാണ്. നല്ലത് പറയാൻ ആർക്കും അന്നും താല്പര്യമില്ല. അല്ലേ? ഇന്നത്തെ മാധ്യമങ്ങൾ, നമ്മൾ TV ആവട്ടെ, പത്രമാധ്യമങ്ങളാകട്ടെ, ലോകത്ത് നടക്കുന്ന കൊള്ളരുതായ്മകളെ ഹൈലൈറ്റ് ചെയ്ത് പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നല്ലത് എവിടെയെങ്കിലും നടക്കണമെങ്കിൽ അതിനെ പരിഗണിക്കുക പോലുമില്ല. അതിനെ എങ്ങനെയൊക്കെ സപ്രസ് ചെയ്യാം എന്ന് നോക്കും. എല്ലാ ന്യൂസുകൾ വാരി വതറും. അപ്പം അതുപോലെയാണ് ഈ യയാദി ശപിച്ചുവെങ്കിലും ആ യദുവിനെ ബ്രാഹ്മണർ വന്ന് അനുഗ്രഹിച്ച് അദ്ദേഹത്തെ, ആ വംശത്തെ ശാപമുക്തമാക്കുന്നുണ്ട്. അതിനുശേഷം ആ യദുവിന്റെ വംശത്തിലാണ് ഗംഭീരന്മാരായിട്ടുള്ള രാജാക്കന്മാര് ഭൂമി മുഴുവൻ അടക്കി ഭരിക്കുന്നവരുണ്ടായിട്ടുണ്ട്.
100 അശ്വമേധയാഗം ചെയ്ത 2 രാജാക്കന്മാർ യദുവംശത്തിലുണ്ട്. അപ്പൊ അത് യോഗ്യതയല്ലേ? അപ്പൊ ശാപം ബാധിച്ചിട്ടുണ്ടോ? കാർത്തവീര്യാർജുനനൊക്കെ ആ വംശത്തിലാണ് ജനിച്ചത്. എത്ര ശക്തനായിരുന്നു! രാവണനെ കിടുകിടാ വറപ്പിച്ചവൻ. നവമസ്കന്ധത്തിൽ നോക്കിയാൽ കാണാം, യദുവംശത്തില് 100 അശ്വമേധയാഗം ചെയ്ത ഒരു രാജാവിന്റെ പേര് പറയുന്നുണ്ട്. അതുപോലെയാണ് ഈ ഹേഹയനും അഥവാ കാർത്തവീര്യാർജുനനും അതുപോലെ തന്നെയാണ്, ഗംഭീരനാണ്. അപ്പൊ ഇതുപോലെ യോഗ്യന്മാരായിട്ടുള്ള രാജാക്കന്മാർ ആ വംശത്തിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ കൃഷ്ണനും ആ വംശത്തിൽ തന്നെയാണ് വന്ന് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വംശത്തിന്റെ ഒരു ശാപവും നിലനിൽക്കുന്നതല്ല. അപ്പോ യയാദിന ഏഷാം കുലം ശപ്തം ഹി, യയാദിയാൽ ഇവരുടെ കുലം ശപിക്കപ്പെട്ടിട്ടുണ്ട്. സദ്ഭിഹി ബഹിഷ്കൃതം, സജ്ജനങ്ങളാൽ ബഹിഷ്കരിക്കപ്പെട്ടതാണ് ഇവരുടെ കുലം. സജ്ജനങ്ങളൊക്കെ ഉപേക്ഷിച്ചിരിക്കുന്നതാണ് ഇവരുടെ കുലം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ സജ്ജനങ്ങളാൽ പ്രത്യേകമായി സേവിക്കപ്പെടുന്നതാണ് ഇവരുടെ യദുകുലം, ശ്രീകൃഷ്ണ ഭഗവാന്റെ കുലം. അപ്പൊ അതിനെ സദ്ഭിഹി ബഹിഷ്കൃതം, പുറത്താക്കപ്പെട്ടത് എന്നും. വൃഥാ പാനരഥം ശശ്വത് സപര്യാം കഥമർഹതി, എപ്പോഴും പാനാദികളിൽ മുഴുകിയിരിക്കുന്ന ഇവരെ, മദ്യപാനം മുതലായതൊക്കെ ഇവരുടെ വംശത്തിന്റെ സ്വഭാവമാണ്. അങ്ങനെ മദ്യപാനാദികളും ഭക്ഷണാദികളും കഴിച്ച് ശാപാട്ടിരാമന്മാരായി കഴിയുന്ന ഈ കൃഷ്ണൻ എങ്ങനെ സപര്യ പൂജ അർഹിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോ ഇതൊക്കെ വിപരീതമായിട്ട് അന്വയിച്ചാൽ ഞങ്ങളെപ്പോലെ വൃഥാപാനരഥന്മാരല്ല എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. ഞങ്ങളാണ് വൃഥാപാനരഥന്മാർ, ഇവർ പാനരഥന്മാരല്ല. അതുകൊണ്ട് ഇവർ പൂജ അർഹിക്കുന്നു. ഇവർ തന്നെയാണ് പൂജിക്കപ്പെടേണ്ടത്, കൃഷ്ണൻ തന്നെയാണ് പൂജിക്കപ്പെടേണ്ടത് എന്നുള്ള അർത്ഥത്തിൽ ഇതിനെ അന്വയിച്ച് വ്യാഖ്യാനിക്കാമെന്നർത്ഥം. അപ്പൊ എന്തായാലും സജ്ജനങ്ങളാൽ ബഹിഷ്കൃതം എന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിലും സജ്ജനങ്ങളെല്ലാം പൂജിക്കുന്നതാണ്. വൃഥാപാനരഥം എന്ന് ഭഗവാനെ ഉദ്ദേശിച്ച് പറഞ്ഞുവെങ്കിലും അന്വയിച്ച് ഞങ്ങളെപ്പോലെ വൃഥാപാനരഥന്മാരല്ല എന്നർത്ഥത്തിൽ എടുക്കാം. അതുകൊണ്ട് സപര്യാം അർഹതി, സപര്യയെ അർഹിക്കുന്നു. കഥം അർഹതി എന്നുള്ള ചോദ്യമായിട്ടല്ല, സപര്യാം അർഹതി. ആ കഥം എന്നുള്ളത് അവരവരുടെ കാര്യത്തിലേക്ക് എടുക്കുകയാണ് വേണ്ടത്. കഥം വൃഥാപാനരഥം സപര്യാം അർഹതി, ഞങ്ങളെപ്പോലെയുള്ള എപ്പോഴും പാനരഥന്മാരായിട്ടുള്ളവർ എങ്ങനെ പൂജയെ അർഹിക്കുന്നു, അതുകൊണ്ട് ഇവരെയാണ് പൂജിക്കേണ്ടത് എന്ന് വ്യാഖ്യാനിക്കാവുന്നതാണ്. അപ്പോ നിന്ദ തുടരുകയാണ്. ബ്രഹ്മർഷി സേവിതാൻ ദേശാൻ ഹിത്വൈതേ ബ്രഹ്മവർച്ചസം സമുദ്രം ദുർഗമാശ്രിത്യ ബാധന്തേ ദസ്യവഃ പ്രജാഃ. ബ്രഹ്മർഷി സേവിതാൻ ദേശാൻ ഹിത്വൈതേ അബ്രഹ്മവർച്ചസം സമുദ്രം ദുർഗമാശ്രിത്യ ബാധന്തേ ദസ്യവഃ പ്രജാഃ. ബ്രഹ്മർഷി സേവിതാൻ ദേശാൻ ഹിത്വാ ഏതേ ദസ്യവഃ അബ്രഹ്മവർച്ചസം സമുദ്രം ദുർഗമാശ്രിത്യ പ്രജാഃ ബാധന്തേ. ഭഗവാൻ ദ്വാരകയിൽ പോയി താമസിക്കുന്ന, സമുദ്രമധ്യത്തിൽ പോയി താമസിക്കുന്നതിനെ പരിഹസിക്കുകയാണ്. ബ്രഹ്മർഷി സേവിതാൻ ദേശാൻ ഹിത്വ, ഈ ഭാരതം ബ്രഹ്മർഷികളാൽ സേവിക്കപ്പെടുന്ന ദേശങ്ങളാണ് ഈ ഭാരതഭൂമി, അല്ലേ? ആ ഭാരതഭൂമിയെ ഹിത്വ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്തിരിക്കണു? അബ്രഹ്മവർച്ചസം സമുദ്രം ദുർഗമാശ്രിത്യ, ബ്രഹ്മവർച്ചസ്സില്ലാത്ത, ബ്രാഹ്മണരില്ലാത്ത, ബ്രാഹ്മണരുടെ വൈദിക കർമ്മങ്ങൾ നടക്കാത്ത കടലിന്റെ നടുവിലുള്ള സമുദ്രദുർഗം, സമുദ്രത്തിലെ ദുർഗം, ദുർഘടമായിരിക്കുന്ന സ്ഥാനത്തെ ദ്വാരകയെ
ആശ്രയിച്ചിട്ട് പ്രജാഹ ബാധന്തേ ഏതേ ദസ്യവഹ. ഈ കള്ളന്മാര്, ദസ്യവഹ എന്നാണ് പറയുന്നത്, ഈ കള്ളന്മാര് പ്രജകളെ ബാധിക്കുന്നു, ഉപദ്രവിക്കുന്നു. അപ്പോ ഭാരതഭൂമിയെ ഉപേക്ഷിച്ച് ബ്രഹ്മവർച്ചസ്സുള്ള ബ്രാഹ്മണർ സേവിക്കുന്നതായിട്ടുള്ള ബ്രഹ്മർഷിമാരാൽ സേവിക്കപ്പെടുന്നതായിട്ടുള്ള നല്ലൊരു ദേശത്തെ വിട്ട് കടലിന്റെ നടുവിൽ പോയി ദുഷ്ടത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, പ്രജകളെ ഉപദ്രവിക്കുന്നവരാണ് ഈ യാദവന്മാർ, അതിൽ പ്രത്യേകിച്ച് ഈ കൃഷ്ണൻ. അങ്ങനെയുള്ള ഇവൻ എങ്ങനെ പൂജയെ അർഹിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനെയും പല രീതിയിൽ വ്യാഖ്യാനിച്ച് വേദവിരുദ്ധ കർമ്മങ്ങൾ ഇല്ലാത്തതും അദസ്യുക്കളായിരിക്കുന്നവരും എന്നുവെച്ചാൽ ശത്രുക്കളില്ലാത്തവരുമായിരിക്കുന്ന അടയാളങ്ങളില്ലാത്ത എന്ന് സമുദ്രം എന്ന് പറഞ്ഞാൽ മുദ്രയോട് കൂടിയത്. അപ്പോ മുദ്രയോട് കൂടിയതായിട്ടുള്ള ദുർഗമായിരിക്കുന്നത്, ഗമിക്കാൻ പ്രയാസമേറി അറിയാൻ കഴിയാത്തത് എന്നുള്ള അർത്ഥത്തിൽ അത്ഭുതമായിരിക്കുന്നതായിട്ടുള്ള ലോകത്തെ പ്രാപിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ആ ദേശത്തെ പ്രാപിച്ചിരിക്കുന്നതായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇവിടെ ഭഗവാനെ അറിയാൻ വളരെ പ്രയാസമാണ്, അങ്ങനെയുള്ള കൃഷ്ണനെ വേണം പൂജിക്കാൻ എന്ന് താല്പര്യം. അപ്പം അതിനിങ്ങനെ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കാവുന്നതാണ്, അന്വയം ആ രീതിയിലാക്കാവുന്നതാണ്. എന്തായാലും ശിശുപാലൻ ഭഗവാനെ നിന്ദിച്ചുകൊണ്ട് സമുദ്രത്തിന്റെ മധ്യത്തിൽ പോയി ഒളിച്ചു താമസിക്കുന്നതിനെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവൻ എങ്ങനെ പൂജ അർഹിക്കുന്നു, കഥം സപര്യാമർഹതി എന്നുള്ള ചോദ്യത്തെ ചോദിക്കുകയാണ്. ഏവമാദീനി അഭദ്രാണി ബഭാഷേ നഷ്ടമംഗളഃ നോവാച കിഞ്ചിത് ഭഗവാൻ യഥാ സിംഹഃ ശിവാരുതം. ഏവമാദീന്യഭദ്രാണി ബഭാഷേ നഷ്ടമംഗളഃ നോവാച കിഞ്ചിത് ഭഗവാൻ യഥാ സിംഹഃ ശിവാരുതം. ഏവം ആദീനി അഭദ്രാണി നഷ്ടമംഗളഃ ബഭാഷേ. ഇങ്ങനെയുള്ള ഏവമാദീനി അഭദ്രാണി അമംഗളവാക്യങ്ങളെ നഷ്ടമംഗളഃ ശിശുപാലനെ കുറിച്ച് പറയണം. മംഗളം നശിച്ചവൻ, പുണ്യം നശിച്ചവൻ, പുണ്യം നശിച്ചവനായ ഈ ശിശുപാലൻ ബഭാഷേ അദ്ദേഹം ഭാഷണം ചെയ്തു. അതിനെ ശിവാരുതം സിംഹഃ യഥാ ഭഗവാൻ കിഞ്ചിത് ന ഉവാച. ശിവാരുതം, ശിവ എന്ന് പറഞ്ഞാൽ കുറുനരി, പെൺകുറുനരി, അതിൻ്റെ രുതം നിലവിളി. അപ്പൊ കുറുക്കന്റെ ഓളിയിടല് സിംഹം മൈൻഡ് ചെയ്യോ? അതാണ് സിംഹഃ യഥാ. ഒരു സിംഹം കാട്ടിൽ കിടക്കുമ്പോൾ കുറുനരികൾ ഓരിയിട്ടാലും അത് തിരിഞ്ഞു നോക്കില്ല. അതുപോലെ ഭഗവാൻ കിഞ്ചിത് ന ഉവാച, അതിന് മറുപടി ഒന്നും മിണ്ടാതിരുന്നു. അല്ലേ? കുറുനരികൾ ഓരിയിടട്ടെ, ആ കുറുനരികൾക്ക് സിംഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും? അതിനാലൊന്നും സിംഹം ബാധിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് സിംഹം ഉറങ്ങുന്നിടത്തുനിന്ന് കിടന്നിടത്തുനിന്ന് അനങ്ങുകയില്ല. ചിലപ്പോൾ ഒന്ന് തലപൊക്കി നോക്കും ചുറ്റുപാടും, എന്നിട്ട് വീണ്ടും കിടക്കും. ഇവിടെ ഭഗവാനും ഈ ശിശുപാലനാകുന്ന കുറുനരിയുടെ ഈ ഒച്ചവയ്ക്കലൊക്കെ കേട്ടിട്ടും ഒരു കൂസലും ഇല്ലാതെ അനങ്ങാതിരുന്നു, ഒന്നും പ്രതികരിച്ചില്ല. ഭഗവൻ നിന്ദനം ശ്രുത്വാ ദുസ്സഹം തത്സഭാസദഃ കർണൗ പിധായ നിർജഗ്മുഹു ശപന്തശ്ചേദിപം രുഷാ. ഭഗവൻ നിന്ദനം ശ്രുത്വാ ദുസ്സഹം തൽസഭാസദഃ കർണൗ പിധായ നിർജഗ്മുഹു ശപന്തശ്ചേദിപം രുഷാ. ഭഗവൽ നിന്ദനം ദുസ്സഹം തത് സഭാസദഃ ശ്രുത്വ. തത് സഭാസദഃ, ആ സഭയിലുള്ള സദസ്സിലുള്ള ആളുകൾ, സദസ്യർ, അവർ വിവരമുള്ളവരാണ്, സജ്ജനങ്ങൾ. അപ്പൊ അവര് ഭഗവൻ നിന്ദനം, ഭഗവാനെ ഈ ശിശുപാലൻ നിന്ദിക്കുന്നത് ദുസ്സഹം, സഹിക്കാൻ പറ്റാത്തതാണ്.
അങ്ങനെ സഹിക്കാൻ പറ്റാത്ത നിന്ദനത്തെ തശ്രുത്വ കേട്ടിട്ട് കർണൗ പിധായ, കർണങ്ങളെ അടച്ചു വെച്ചിട്ട് പൊത്തിയിട്ട് എന്നർത്ഥം. പിധാനം ചെയ്യുക എന്ന് പറഞ്ഞാല് അടയ്ക്കുക. അപ്പൊ ചെവിയെ പൊത്തിയിട്ട്, രണ്ട് ചെവികളും പൊത്തി. എന്നിട്ടോ കർണോ പിധായ രുഷാ ഛേദിപം ശബന്ത നിർജഗ്മുഹു, അവർ കോപത്തോടുകൂടി രുഷാ ഛേദിപം ശപന്ത, ഛേദിപനെ ശപിക്കുന്നവരായിട്ട്. ഛേദിപൻ ഛേദി രാജാവ്, ഛേദിയുടെ പതി, ചൈദ്യൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ശിശുപാലൻ. ആ ശിശുപാലനെ ശപിക്കുന്നവരായിട്ട്, ദുഷ്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ ഇത്ര പറയാൻ അവനൊരു യാതൊരു ഉളുപ്പുമില്ലല്ലോ, അവന്റെ നാവ് കൊഴുത്തു പോകുന്നൊക്കെ പറയും പോലെ ശപിച്ചുകൊണ്ട് രോഷത്തോടുകൂടി അവിടുന്ന് നിർജഗ്മുഹു, നിർഗമിച്ചു എന്നാണ്. സജ്ജനങ്ങൾക്ക് കേട്ടു നിൽക്കാൻ പറ്റില്ല അല്ലേ? മഹൽ നിന്ദ സതീദേവി പറയുന്നുണ്ട്. മഹൽ നിന്ദ നടക്കുന്നിടത്ത് നമ്മൾ ചെന്നാൽ ഒന്നുകിൽ ചെവിയും പൊത്തി പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ അത് ചെയ്യുന്നവന്റെ നാവ് പറിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇത് രണ്ടിനും ശക്തിയില്ലെങ്കിൽ സ്വന്തം ജീവിതം അവസാനിപ്പിക്കണം. അങ്ങനെയാണ് സതീദേവി തന്റെ ജീവിതത്തെ അവിടെ അവസാനിപ്പിച്ചത്. അപ്പൊ ചെവി പൊത്തി പോകുക എന്നുള്ളതാണ് ആദ്യത്തെ മാർഗം. അവിടെ നിൽക്കാൻ പറ്റില്ല, മഹന്നിന്ദ കേൾക്കുന്നിടത്ത് നിൽക്കാൻ പറ്റില്ല എന്ന് കരുതിക്കൊണ്ട് ആ സദാചാരമുള്ള സജ്ജനങ്ങൾ ഈ ശിശുപാലനെ ശപിച്ചുകൊണ്ട് അവിടുന്ന് നിർഗമിക്കുകയാണ് ചെയ്യുന്നത്, ചെവി പൊത്തിക്കൊണ്ട്. അങ്ങനെ നിന്ദാം ഭഗവത ശൃണ്വൻ തൽപരസ്യ ജനസ്യ വാം തതോ നാപൈതി യസ്സോപി യാത്യദസുകൃതാച്യുതഃ. നിന്ദാം ഭഗവത ശൃണ്വൻ തൽപരസ്യ ജനസ്യ വാം തതോ നാപൈതി യസ്സോപി യാത്യദസുകൃതാച്യുതഃ. അപ്പോ ഭഗവത് നിന്ദ, ഗുരുനിന്ദ, മഹൽ നിന്ദ ഇതൊക്കെ കേൾക്കുന്നത് മഹാപാപമാണ്. അത് കേട്ടുകൊണ്ടിരിക്കുന്നവർ നശിക്കും. അതുകൊണ്ട് സജ്ജനങ്ങൾ ഇത് കേൾക്കില്ല. അതുകൊണ്ട് ഈ ആളുകൾ ഇറങ്ങിപ്പോയത് ഉത്തമമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതാണ് ഭഗവതഃ തൽപരസ്യ ജനസ്യ വാ നിന്ദാം ശൃണ്വന്. ഭഗവതഃ ഭഗവാനെ കുറിച്ചോ, തൽപരസ്യ ജനസ്യ വാ നിന്ദാം, തൽപരന്മാരായ ജനങ്ങളുടെ എന്ന് പറഞ്ഞാലോ ഭഗവത് ഭക്തന്മാരായ മഹാത്മാക്കളെ, സജ്ജനങ്ങളെ നിന്ദിക്കുന്നതും. ഭഗവാന്റെ ഭക്തന്മാരായ സജ്ജനങ്ങളെ നിന്ദിക്കുന്നത് ഭഗവാനെ നിന്ദിക്കുന്നത് പോലെ തന്നെയാണ്, അല്ലെങ്കിൽ അതിലും കൂടുതലാണ്. ഭഗവാനെ വേണമെങ്കിൽ നിന്ദിച്ചാൽ ചിലപ്പോൾ ഭഗവാൻ സഹിച്ചു എന്ന് വരും. തന്റെ ഭക്തന്മാരായ സജ്ജനങ്ങളെ നിന്ദിച്ചാൽ ഭഗവാൻ ഒരിക്കലും സഹിക്കില്ല, അവർക്ക് കഠിന ശിക്ഷയായിരിക്കും. അതാണ് ഭഗവതഃ തൽപരസ്യ ജനസ്യ വാ നിന്ദാം ശൃണ്വന്. ആ നിന്ദയെ കേട്ടുകൊണ്ട് യഹ തതഃ നാപൈതി, ആരാണോ അവിടുന്ന് പുറത്തേക്ക് പോകാതിരിക്കുന്നത്, ദൂരേക്ക് പോകാതിരിക്കുന്നത്, നാപയേതി പുറത്തേക്ക് പോകാതിരിക്കുന്നത് ആരോ, സഹ അഭി സുഹൃതാദിച്യുതഃ, അവനും സുഹൃതത്തിൽ നിന്ന് പുണ്യത്തിൽ നിന്ന് പതിച്ചവനായിട്ട് ച്യുതനായിട്ട് അധഃ യാതി യാത്യധഃ, അധഃ താഴോട്ട് പതിക്കുന്നു, അധപ്പതിക്കുന്നു. അവൻ അധോഗതിയാണ്, നരകഗതിയാണ്. അപ്പോ ഈശ്വരനിന്ദ, സജ്ജന നിന്ദ, ഭഗവത് ഭക്തന്മാരായ മഹാത്മാക്കളുടെ നിന്ദ, ഗുരുനിന്ദ ഇതൊന്നും കേട്ടുകൊണ്ടാരും ഇരിക്കരുത്. അങ്ങനെ ഇരിക്കുന്നവരുടെ എന്താ പറയുക, പുണ്യം ക്ഷയിച്ച് അവരും അധോഗതിയെ പ്രാപിക്കും, ഉറപ്പ് അല്ലേ? ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നാൽ തന്നെ ഒന്നാമത് സംശയം വരും. ഓ അത് ശരി, ഈശ്വരനും ഗുരുക്കന്മാരും ഒക്കെ ഇത്ര ദോഷമുള്ളവരാണല്ലേ, അപ്പോ എന്തിനിപ്പോ അവരെ ഭജിക്കണം എന്നുള്ള ചിന്ത ചിലപ്പോ ഇവരുടെ ഉള്ളിൽ വന്നു ചേരും. അങ്ങനെ വന്നാലോ അവരുടെ ഗുരുത്വം നഷ്ടപ്പെടും, എല്ലാ ഈശ്വര അനുഗ്രഹവും നഷ്ടപ്പെടും. സന്മാർഗത്തിൽ നിന്ന് അവര് സ്വയമേവ വ്യതിചലിക്കും, അങ്ങനെ സ്വയം നശിക്കും. അപ്പോ മഹൽ നിന്ദ, ഗുരുനിന്ദ, ഈശ്വര നിന്ദ ഇതൊന്നും കേട്ടുകൊണ്ട് ഇരിക്കരുത്. ഒന്നുകിൽ അവിടുന്ന് ചെവിയും പൊത്തി പോവുക, അല്ലെങ്കിൽ അത് ചെയ്യുന്നവരുടെ നാവ് പറിച്ച് കളയുക എന്ന് വെച്ചാൽ അവരുടെ വായ അടപ്പിക്കുക.
അവരിനി മേലിൽ അങ്ങനെ പറയാനിടയുണ്ടാക്കരുത്. ഓരോരുത്തരുടെയും സ്വഭാവത്തിനനുസരിച്ചാണ് ഈ പ്രതികരണങ്ങൾ ഉണ്ടാവുക, അല്ലേ? സാത്വികന്മാര് ചെവി പൊത്തിക്കൊണ്ട് അവിടുന്ന് പോകും, രാജസന്മാര് പറയുന്നവരുടെ നാവ് പിഴുതെടുക്കും, താമസന്മാര് സ്വന്തം ദേഹത്തെ ഉപേക്ഷിക്കും. ഇങ്ങനെ പല രീതിയിൽ ആളുകൾ പ്രതികരിക്കും. ഏതാണ് നല്ലത്? കേൾക്കാതിരിക്കുന്നതാണ് ഉത്തമം. കേട്ട് കഴിഞ്ഞാൽ അതിനെ പ്രതികരിക്കുന്നത് രജോ ഗുണം. അപ്പൊ എന്തായാലും അവര് പാപം ചെയ്ത് അധപ്പതിക്കും ഭഗവത് നിന്ദയും ഗുരുനിന്ദയും കേൾക്കുന്നവർ. തതഃ പാണ്ഡുസുതാ ക്രുദ്ധാഃ മത്സ്യകൈകയ സഞ്ജയാഃ ഉദായുധാ സമുത്തസ്തുഃ ശിശുപാലജിഗാംസവഃ. തതഃ പാണ്ഡുസുതാ ക്രുദ്ധാഃ മത്സ്യകൈകയ സഞ്ജയാഃ ഉദായുധാ സമുത്തസ്തുഃ ശിശുപാലജിഗാംസവഃ. അപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ രജോ ഗുണപ്രധാനികളായിട്ടുള്ള ആളുകൾ പ്രതികരിക്കാൻ തയ്യാറായി. അതാണ് ശിശുപാലൻ ഭഗവാനെ നിന്ദിക്കുമ്പോൾ തതഃ ക്രുദ്ധാഃ പാണ്ഡുസുതാഃ. അപ്പോൾ ക്രുദ്ധന്മാരായ പാണ്ഡുപുത്രന്മാർ, പാണ്ഡവന്മാർ, അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളായ സജ്ജനങ്ങൾ, മത്സ്യ കൈകയ സഞ്ജയാഹ, മത്സ്യദേശത്തുനിന്ന് വന്ന, വിരാടദേശത്തുനിന്ന് വന്നവരും കേകയ രാജ്യത്തുനിന്ന് വന്നവരും സൃഞ്ജയ രാജ്യത്തിൽ നിന്ന് വന്നവരുമൊക്കെ ആയിട്ടുള്ള രാജാക്കന്മാർ, ശിശുപാല ജിഗാംസവഃ, ശിശുപാലനെ ഹന്തും ഇച്ഛ, അതാണ് ജിഗാംസ. ഹന്തും ഇച്ഛ ജിഗാംസ. അപ്പൊ ഹന്തുമിച്ഛവഃ, ഹനിക്കുവാൻ ഇച്ഛിക്കുന്നവരായിട്ടുള്ള ആളുകൾ. ഉദായുധാഹ സമുത്തസ്തുഹു, അവരുടെ ആയുധങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആവേശത്തോടെ അവരെല്ലാം ഉത്ഥാനം ചെയ്തു, എഴുന്നേറ്റു വന്നു. അപ്പൊ ശിശുപാല വധത്തിനായിക്കൊണ്ട് തയ്യാറായി രാജാക്കന്മാർ അവരുടെ ആയുധങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശിശുപാലന്റെ നേരെ പായുകയാണ്. തതശ്ചൈദ്യസ്ത്വസംഭ്രാന്തോ ജഗൃഹേ ഗഡ്ഗചർമ്മണി ഭത്സയൻ കൃഷ്ണപക്ഷീയാൻ രാജ്ഞഃ സദസി ഭാരത. തതശ്ചൈദ്യസ്തു അസംഭ്രാന്തോ ജഗൃഹേ ഗഡ്ഗചർമ്മണി ഭത്സയൻ കൃഷ്ണപക്ഷീയാൻ രാജ്ഞഃ സദസി ഭാരത. ഹേ ഭാരത, അല്ലയോ പരീക്ഷിത് രാജാവേ, കേൾക്കൂ. തതഃ ചൈദ്യഃ തു അസംഭ്രാന്തഃ. അപ്പൊ ഇവരെല്ലാം ആയുധമുയർത്തിപ്പിടിച്ചപ്പോ ഒരു തരം സംഭ്രാന്തിയും ഈ ശിശുപാലനുണ്ടായില്ല. കാരണം മഹാശക്തനാണ്. നരസിംഹമൂർത്തിയെ കണ്ട് പേടിക്കാതിരുന്ന ഹിരണ്യകശിപു തന്നെയാണ്. അപ്പോൾ ഒന്നിലും കുലുക്കമില്ലാതെ, പേടിയില്ലാതെ, ധീരനായിട്ടുള്ള, ശക്തനായിട്ടുള്ള ആ ശിശുപാലൻ സംഭ്രമം കൂടാതെ, ഒരു പരിഭ്രമവുമില്ലാതെ, അസംഭ്രാന്തഃ കൃഷ്ണപക്ഷീയാൻ രാജ്ഞഃ സദസി ഭത്സയൻ, കൃഷ്ണപക്ഷത്തു നിന്ന് കൃഷ്ണനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ആക്രമിക്കാൻ വരുന്നവരായ രാജാക്കന്മാരെ സദസ്സിൽ വെച്ച് ബത്സയൻ, അവരെ നിന്ദിച്ചുകൊണ്ട് ബത്സിച്ചുകൊണ്ടുള്ള വാക്യങ്ങളെ പറഞ്ഞുകൊണ്ട്, കൃഷ്ണന്റെ അടിമകളാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ പരിഹസിച്ചുകൊണ്ട് ബത്സിച്ചുകൊണ്ട്, ഗഡ്ഗചർമ്മണീ ജഗൃഹേ, ഗഡ്ഗവും ചർമ്മവും ഗ്രഹിച്ചു. ഗഡ്ഗം എന്നാൽ വാള്, ചർമ്മം എന്നാൽ പരിച. അപ്പൊ ഗഡ്ഗവും ചർമ്മവും രണ്ടും കൂടി ചേർത്ത് ദിവചനത്തിൽ ഗഡ്ഗശ്ച ചർമ്മച ഗഡ്ഗചർമ്മണി, വാളും പരിചയും ഗ്രഹിച്ചു എന്ന് വെച്ചാൽ യുദ്ധത്തിന് തയ്യാറായി. ആഹാ, എന്നാ നിങ്ങൾ ആയുധമെടുക്കെങ്കിൽ ഞാനും തയ്യാറാണ് എന്ന് ധീരനായി അവരെ എതിർക്കാൻ പരിഭ്രമം കൂടാതെ നിൽക്കുകയാണ്, ഇവരെ നിന്ദിച്ചുകൊണ്ട്, ഇവരെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട്. തതശ്ചൈദ്യസ്ത്വസംഭ്രാന്തോ ജഗൃഹേ ഗഡ്ഗചർമ്മണി ഭത്സയൻ കൃഷ്ണപക്ഷീയാൻ രാജ്ഞഃ സദസി ഭാരത. ആ രാജ്ഞഃ, രാജാക്കന്മാരെ സദസ്സിൽ വെച്ച് ബത്സിച്ചുകൊണ്ട് ആയുധങ്ങൾ എടുത്തു. താവതുത്ഥായ ഭഗവാൻ സ്വാൻ നിവാര്യ സ്വയം രുഷാ ശിരക്ഷുരാന്തചക്രേണ ജഹാരാപതതോ റിപോഃ. താവതുത്ഥായ ഭഗവാൻ സ്വാൻ നിവാര്യ സ്വയം രുഷാ ശിരക്ഷുരാന്തചക്രേണ ജഹാര ആപതതോ റിപോഃ. താവത്, അപ്പോൾ,
ഉത്ഥായ ഭഗവാൻ ഉത്തായ, ഭഗവാൻ എഴുന്നേറ്റു. അപ്പൊ മറ്റുള്ളവരെല്ലാം ആയുധം കൊണ്ട് എഴുന്നേറ്റു. ശിശുപാലൻ തിരിച്ചടിക്കാൻ തയ്യാറായി. അങ്ങനെ ഒരു യുദ്ധത്തിന് തയ്യാറായിരിക്കുന്ന ഒരു സമയം. ഈ സമയത്ത് ഭഗവാൻ എഴുന്നേറ്റു. അതാണ് താവതുത്ഥായ ഭഗവാൻ സ്വാൻ നിവാര്യ സ്വയം വൃഷാ. സ്വാൻ നിവാര്യ എന്ന് പറഞ്ഞാൽ തൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരെ, സ്വകീയന്മാരെ തടഞ്ഞുകൊണ്ട്, നിവാരണം ചെയ്തുകൊണ്ട്, വേണ്ട, നിങ്ങളാരും ഒന്നും ചെയ്യണ്ട എന്ന് പാണ്ഡവന്മാരെയും മറ്റു മത്സ്യസഞ്ജയ കൈകേയന്മാരെയൊക്കെ തടഞ്ഞു നിർത്തി, നിവാരണം ചെയ്തു. സ്വാൻ നിവാര്യ. എന്നിട്ടോ സ്വയം താൻ തന്നെ ഋഷാ രോഷത്തോടുകൂടി ശിരഹ ക്ഷുരാന്തചക്രേണ ജഹാര, അവന്റെ ശിരസിനെ ക്ഷുരാന്തചക്രം നല്ല ക്ഷുരം, നല്ല മൂർച്ചയേറിയതായിട്ടുള്ള അരികുകളുള്ളതായിട്ടുള്ള ആ ചക്രം കൊണ്ട് ശിരസിനെ ജഹാര ഹരിച്ചു. ആരുടെ? ആപതതോ റിപോഹോ, ആപതിക്കുന്നവനായ രിപുവിൻ്റെ. ആപതിക്കുക എന്ന് പറഞ്ഞാൽ നേർക്ക് പാഞ്ഞു വരിക. തൻ്റെ നേർക്ക് പാഞ്ഞു വരുന്നവനായ രിപുവിൻ്റെ, ശത്രുവിൻ്റെ ശിരസിനെ ക്ഷുരാന്തചക്രേണ, സുദർശനമെന്ന തൻ്റെ ചക്രം കൊണ്ട് രുഷാജഹാര, കോപത്തോടുകൂടി ഹരിച്ചെടുത്തു. അപ്പൊ ജരാസന്ധന്റെ ശിരസിനെ ഭഗവാൻ സ്വയം തൻ്റെ തന്നെ സുദർശന ചക്രം കൊണ്ട് ഛേദിച്ചെടുത്തു. മറ്റുള്ളവർക്ക് അവസരം കൊടുത്തില്ല, അവരെയൊക്കെ തടഞ്ഞു നിവാരണം ചെയ്തു എന്നർത്ഥം. താവതുത്ഥായ ഭഗവാൻ സ്വാൻ നിവാര്യ സ്വയം രുഷാശിരക്ഷുരാന്തചക്രേണ ജഹാരാപതതോ റിപോ. അപ്പോ ഈ ശിശുപാലൻ വേറാരാലും കൊല്ലപ്പെടേണ്ടവനല്ല, ഭഗവാന്റെ കൈകൊണ്ട് തന്നെ കൊല്ലപ്പെട്ട് മുക്തി ലഭിക്കേണ്ടവനാണ്. അതുകൊണ്ട് ആ ഭഗവാൻ എല്ലാവരെയും തടഞ്ഞ് താൻ തന്നെ അതിനു വേണ്ട കാര്യം ചെയ്തു. തൻ്റെ ഭക്തവാത്സല്യം തന്നെയാണ്. ജയവിജയന്മാരിലെ ജയനാണ്. അദ്ദേഹത്തിന് 3 ജന്മം കഴിഞ്ഞു അല്ലേ? നമ്മുടെ സനകാദികളുടെ ശാപം കൊണ്ട് 3 അസുരജന്മം, ഹിരണ്യകശിപുവായും രാവണനായും ഇപ്പതാ ശിശുപാലനായും. ഇവിടെ മനുഷ്യജന്മം തന്നെയാണ് ഇതെല്ലാം, പക്ഷേ അസുര സ്വഭാവം. അപ്പോൾ ഭഗവാന്റെ ആ കൈകളെ കൊണ്ട് തന്നെ മരണം സംഭവിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം ക്ഷയിച്ച് ശാപവിമുക്തനായി ഭഗവാനിലേക്ക് വിലയം പ്രാപിക്കുകയാണ് ഈ ശിശുപാലൻ ചെയ്യുന്നത്, അഥവാ ജയൻ ചെയ്യുന്നത് എന്ന് പറയാം. അത് അടുത്ത ശ്ലോകങ്ങളിൽ വരുന്നു. ശബ്ദകോലാഹലോപ്യാസീത് ശിശുപാലേ ഹതേ മഹാൻ തസ്യാനുയായിനോ ഭൂപാഹ ദുദ്രുവുഹു ജീവിതൈഷിണഃ. ശബ്ദകോലാഹലോപ്യാസീത് ശിശുപാലേ ഹതേ മഹാൻ തസ്യാനുയായിനോ ഭൂപാഹ ദുദ്രുവുഹു ജീവിതൈഷിണഃ. അപ്പൊ ശിശുപാലന്റെ ശിരച്ഛേദം ചെയ്തപ്പോൾ കോലാഹല ശബ്ദ ആസീത് ശിശുപാലേ ഹതേ. ശിശുപാലേ ഹതേ സതി, ശിശുപാലൻ ഹനിക്കപ്പെട്ട സന്ദർഭത്തിൽ മഹാൻ കോലാഹല ശബ്ദ ആസീത്, മഹത്തായ കോലാഹല ശബ്ദമുണ്ടായി എന്നുള്ളത്. അവിടെ മഹാൻ എന്നുള്ളത് കോലാഹല ശബ്ദത്തിന്റെ വിശേഷണമായിട്ട് അതിഭയങ്കരമായിട്ടുള്ള ശബ്ദങ്ങൾ, എല്ലാവരും ഹാ 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 കഷ്ടം കഷ്ടം എന്നിങ്ങനെ ശബ്ദിച്ചു എന്നർത്ഥം. അത് ആ സന്ദർഭത്തിൽ തസ്യ അനുയായിനോ ഭൂപാഹ ദുദ്രുവുഹു, തസ്യ ശിശുപാലസ്യ അനുയായിനഃ ഭൂപാഹ, അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സായിട്ടുള്ള രാജാക്കന്മാരൊക്കെ ദുദ്രുവു ദ്രവിച്ചു, പാഞ്ഞുപോയി, സ്ഥലം വിട്ടു എന്നർത്ഥം, പലായനം ചെയ്തു. എന്തുകൊണ്ട്? ജീവിതൈഷിണ, അവരുടെ ജീവിതത്തിൽ ഏഷണയുണ്ടവർക്ക്, സ്വന്തം ജീവിതത്തിൽ കൊതിയുള്ളവർ എന്നർത്ഥം. അങ്ങനെ അവരെ ജീവിക്കാൻ കൊതിക്കുന്നവരായിട്ടുള്ള രാജാക്കന്മാർ, ശിശുപാല പക്ഷം ചേർന്നിരിക്കുന്നവർ, ശിശുപാലനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും അവിടുന്ന് സ്ഥലം വിട്ടു. ദന്തവക്ത്രൻ മുതലായിട്ടുള്ളവരൊക്കെ സ്ഥലം വിട്ടു. സാൽവൻ, ദന്തവക്ത്രൻ മുതലായൊക്കെ ശിശുപാല പക്ഷക്കാരാണ്. ഇവരെല്ലാം ഇനി നേരെ പോകുന്നത് ദ്വാരകയിലേക്കാണ് ആക്രമിക്കാൻ. സാൽവൻ ആദ്യം ചെന്ന് ആക്രമിക്കും, പിന്നാലെ
ദന്തവക്ത്രനും ഒക്കെ ചെല്ലും. അപ്പം എന്തായാലും വിടുന്നവര് പ്രാണനും കൊണ്ട് പാഞ്ഞു എന്നർത്ഥം. ജീവിതൈഷിണ തസ്യ അനുയായിന ഭൂപാഹ ദുദ്രു ദ്രവിച്ചു. ചൈദ്യദേഹോത്തിതം ജ്യോതി വാസുദേവമുപാവിശത് പശ്യതാം സർവഭൂതാനാം ഉൽക്കേവ ഭുവി ഖാച്യുതാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ചൈദ്യദേഹോത്ഥിതം ജ്യോതി വാസുദേവമുപാവിശത് പശ്യതാം സർവഭൂതാനാം ഉൽക്കേവ ഭുവി ഖാച്യുതാം. ചൈദ്യദേഹോത്ഥിതം ജ്യോതി, ചൈദ്യന്റെ ദേഹത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത പൊങ്ങി വന്നതായിട്ടുള്ള ജ്യോതിസ്. വാസുദേവം ഉപാവിശത്, ആ വാസുദേവനായ കൃഷ്ണനെ പ്രവേശിച്ചു, ഭഗവാനിലേക്ക് ചെന്ന് ലയം പ്രാപിച്ചു. എപ്പോൾ? പശ്യതാം സർവഭൂതാനാം, സർവഭൂതാനാം പശ്യതാം, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന. അപ്പൊ എല്ലാവർക്കും ഈ വിഷയം ദൃഷ്ടിഗോചരമായിരുന്നു. എല്ലാവർക്കും ഭഗവാൻ തന്റെ വാത്സല്യം കാണിച്ചു കൊടുത്തു. ഭഗവാനെ നിന്ദിച്ചവനായിട്ട് പോലും ആ ശിശുപാലന് ഭഗവാന്റെ കൈകൊണ്ട് മരണവും അതിനുശേഷം ആ ശിശുപാലന്റെ ആ ചൈതന്യം, ജീവൻ ഭഗവാനിൽ ചെന്ന് വിലയം പ്രാപിക്കുകയും ചെയ്യുന്നത് എല്ലാവർക്കും പ്രത്യക്ഷം. അതാണ് സർവഭൂതാനാം പശ്യതാം. ആ ചൈദ്യദേഹോത്തിതം ജ്യോതിഹി വാസുദേവം ഉപാവിശത്, വാസുദേവനിലേക്ക് പ്രവേശിച്ചു. ഏതുപോലെ? ഉൽഖേവ ഭുവി ഖാച്യുതാ, ഖാച്യുതാ ഉൽക്കാ ഭുവി ഇവ. ഖാദ് എന്ന് പറഞ്ഞാൽ ആകാശാദ്, ഖം ശബ്ദം ആകാശം, അതിന്റെ പഞ്ചമിയാണ് ഖാദ്. ആകാശാദ് ച്യുത പതിച്ചതായിരിക്കുന്ന ഉൽക്കാ, ധൂമകേതു. ആകാശത്തുനിന്ന് ധൂമകേതു ഭൂമിയിലേക്ക് പതിച്ചാൽ എങ്ങനെ ഭൂമിയിലേക്ക് വന്ന് ലയിക്കുമോ? ഭൂമിയുടെ പിളർന്ന് ഉള്ളിലേക്ക് പോകുമോ? ഭൂമിയിൽ വിലയം പ്രാപിക്കുമോ? അതുപോലെ കാച്യുത ഉൽക്കാ ഭുവീവ, ഒരു ജ്യോതിസ് ഇവന്റെ ശരീരത്തിൽ നിന്ന് ഭഗവാന്റെ ശരീരത്തിൽ ചെന്ന് വിലയം പ്രാപിച്ചു. അപ്പോ സനകാദികളുടെ ശാപം കൊണ്ടാണ് ജയൻ അസുരഭാവത്തെ പ്രാപിച്ചത്. ഇപ്പതാ ഭഗവത് കാരുണ്യം കൊണ്ട് തിരിച്ചു ഭഗവാനെ തന്നെ പ്രാപിച്ചിരിക്കുന്നു. അല്ലേ? നമ്മളുമൊക്കെ ഒരു തരം ശാപം കൊണ്ട് തന്നെയാണ് ഈ രൂപത്തിലായിരിക്കുന്നത്. സനകാദികളുടെ ശാപം എന്ന് പറഞ്ഞാൽ ജ്ഞാനികളുടെ ശാപമാണ്, അല്ലേ? അപ്പൊ നമ്മളും എത്രയോ ജന്മങ്ങളായി ജ്ഞാനികളെയും ജ്ഞാനത്തെയും ബഹുമാനിക്കാതെ അധപ്പതിച്ചവരാണ്. ഇനി ഭഗവാനെ തന്നെ നിരന്തരം ഭജിച്ച് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തിരിച്ച് ഭഗവാനിലേക്ക് ചെല്ലാം. അപ്പൊ അവരുടെ കഥയിൽ നിന്ന് നമ്മൾക്കും പാഠമുണ്ട്. അവരെ സനകാദികൾ ശപിച്ചു, നമ്മളെ ആരാ ശപിച്ചതെന്ന് നമുക്ക് ഓർമ്മയില്ല. നമ്മളെ ഏതൊക്കെ കുരുത്തക്കേട് ആരിൽ നിന്നൊക്കെ വാങ്ങിയോ, അഥവാ ജ്ഞാനത്തെ നിന്ദിച്ചു, ജ്ഞാനത്തെ അവഗണിച്ചു. സനകാദികൾ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന്റെ പര്യായങ്ങളാണ്, ജ്ഞാനത്തിന്റെ മൂർത്തികളാണ്. ആ ജ്ഞാനമൂർത്തികളെ നിന്ദിച്ചതുകൊണ്ട് ഇവർക്കുണ്ടായതുപോലെ നമ്മളും ഏതൊക്കെയോ ഗുരുക്കന്മാരെ നിന്ദിച്ചതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ ഈ സംസാരികളായിട്ട്, അജ്ഞാനികളായിട്ട്, അസുര സ്വഭാവമുള്ളവരായിട്ടൊക്കെ തീർന്നിരിക്കുന്നത്. നമുക്കുണ്ട് തിരിച്ചേക്ക് അസുര സ്വഭാവമൊക്കെ, അല്ലേ? എന്താ ആസുരികത? ഇന്ദ്രിയ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിക്കുക. നമ്മുടെ ഇന്ദ്രിയ സുഖം, നാവിന്റെ സുഖം, കണ്ണിന്റെ സുഖം, കാതിന്റെ സുഖം, മൂക്കിന്റെ സുഖം, ത്വക്കിന്റെ സുഖം, പ്രത്യുൽപാദനേന്ദ്രിയത്തിന്റെ സുഖം, ഇങ്ങനെ ഇന്ദ്രിയ വിഷയങ്ങളുടെ സുഖത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവരൊക്കെ, ബഹിർമുഖരായിട്ടുള്ളവരൊക്കെ അസുരന്മാർ തന്നെയാണ് ഒരു കണക്കിന്. നല്ലതുപോലെ മൂത്തിട്ടില്ല എന്ന് മാത്രം. ഈ പറഞ്ഞ ഹിരണ്യകശിപുവിനെ പോലെയോ രാവണനെ പോലെയോ അത്രയ്ക്കങ്ങോട്ട് മൂപ്പില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെയൊക്കെ അനുജന്മാരായിട്ട് വരും. ഇപ്പോൾ ഇത് മാറണമെങ്കിൽ എന്താ വഴി? ഭഗവാന്റെ കാരുണ്യം. അതിനെന്താ വഴി? എപ്പോഴും ഭഗവാനെ ചിന്തിക്കുക. ഈ ശിശുപാലൻ ചിന്തിച്ചതുപോലെ
ശത്രുത കൊണ്ടാണെങ്കിലും ഭഗവാനെ ചിന്തിച്ചു. തസ്മാത് കേനാപ്യുപായേന മനകൃഷ്ണേ നിവേശയേത്. അതുകൊണ്ട് ഏതെങ്കിലും പ്രകാരത്തിൽ മനസ്സ് കൃഷ്ണനിൽ ഉറപ്പിക്കാനായിക്കൊണ്ട് പ്രയത്നം ചെയ്യുക. തിരിച്ചു പോകാം. നമുക്ക് തിരിച്ചു പോകേണ്ടത് കൃഷ്ണനിലേക്കാണ്. നമ്മുടെ പരമഗതി കൃഷ്ണനാണ്. ആ കൃഷ്ണനെ പ്രാപിക്കലാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അതിന് കൃഷ്ണസ്മരണ തന്നെയാണ് ഏറ്റവും ഉത്തമം. എല്ലാ ശാപങ്ങളും നീങ്ങി നമ്മൾക്ക് കൃഷ്ണനെ പ്രാപിക്കാം. ചൈദ്യദേഹോത്തിതം ജ്യോതി വാസുദേവം ഉപാവിശത് പശ്യതാം സർവഭൂതാനാം ഉൽക്കേവ ഭുവി ഖാച്യുതാം ജന്മത്രയാനുഗുണിതവൈരസംരബ്ധയാ ധിയാ ധ്യായൻ തന്മയതാം യാതോ ഭാവോ ഹി ഭവകാരണം. ജന്മത്രയാനുഗുണിതവൈരസംരബ്ധയാ ധിയാ ധ്യായൻ തന്മയതാം യാതോ ഭാവോ ഹി ഭവകാരണം. ജന്മത്രയ അനുഗുണിത വൈരസംരബ്ധയാ ധിയാ ധ്യായൻ. അപ്പോ ധ്യായൻ ബുദ്ധി കൊണ്ട് ധ്യാനിച്ചുകൊണ്ട്. എങ്ങനെയുള്ള ബുദ്ധി കൊണ്ട്? ജന്മത്രയ അനുഗുണിതം, 3 ജന്മങ്ങളായിട്ട് വർദ്ധിച്ചു വന്ന അനുഗുണിതം എന്നുവെച്ചാൽ മൾട്ടിപ്ലൈഡ്, വർദ്ധിച്ചു വന്നതായിരിക്കുന്ന ആ വൈരസംരബ്ധയാ, ആ വൈരം ശത്രുതാഭാവം കൊണ്ട് ക്രോധം വർദ്ധിച്ച ബുദ്ധി, ഭഗവാന്റെ നേരെ ദ്വേഷം വർദ്ധിച്ചതായിട്ടുള്ള ബുദ്ധി, അങ്ങനെയുള്ള വൈരത്തോട് ആവേശിക്കപ്പെട്ടതായിട്ടുള്ള കലുഷമായ ബുദ്ധി കൊണ്ട് ഭഗവാനെ ധ്യാനിക്കുന്നവനായിട്ട് തന്മയതാം യാതഃ ഭഗവത് സ്വരൂപമായി തീർന്നു. എന്താ അതിനുള്ള ലോജിക്ക്? എന്തെന്നാൽ ഭാവഃ ഭവകാരണം. ഒരാളുടെ ഭാവമാണ് അഥവാ ചിന്തയാണ്, നിരന്തരമായ ഭാവനയാണ് ഭവകാരണം. അയാൾ എന്തായി ഭവിക്കണമോ അതിനുള്ള കാരണം. അപ്പോൾ നിങ്ങൾ എന്തിനെ ധ്യാനിക്കുന്നുവോ നിങ്ങൾ അതായി ഭവിക്കും. യത് ഭാവഃ തദ് ഭവതി. ആസ് യു തിങ്ക് സോ യു ബിക്കം. ഭാവോ ഹി ഭവകാരണം. എങ്ങനെയാണോ വേട്ടാവെളിയന്റെ പുറ്റിൽ ബന്ധനസ്ഥനായ പുഴു വേട്ടാവെളിയനെ തന്നെ ധ്യാനിച്ച് വേട്ടാവെളിയനായി തീരുന്നത്. കീടകോ ഭ്രമരം ധ്യായൻ ഭ്രമരത്വായ കൽപ്പതേ. ആ കീടകം ഭ്രമരത്തെ ധ്യാനിച്ച് ഭ്രമരമായി ഭവിക്കുന്നു. ഭ്രമരത്വായ കൽപ്പതേ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആരെ എന്തിനെ നിരന്തരം ധ്യാനിക്കുന്നുവോ അതിനെ പ്രാപിക്കും. ഇവിടെ ഭഗവാനെ ശത്രുബുദ്ധിയോട് കൂടിയിട്ടാണെങ്കിലും നിരന്തരം വർദ്ധിച്ച കോപത്തോടുകൂടി അല്പം ഒരു നിമിഷം പോലും ഭഗവാനെ മറക്കാതെ സ്മരിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ഫലമായിട്ട് ഭഗവാനുമായി തന്മയതയെ പ്രാപിച്ചു. തന്മയതാം യാതഃ. അപ്പൊ അങ്ങനെയാണ് ശിശുപാലന് ഗതി കിട്ടിയത് എന്ന് പറയാം. ഋത്വിഗ്ഭ്യഃ സദസ്യേഭ്യോ ദക്ഷിണാം വിപുലാം അദാത് സർവാൻ സംപൂജ്യ വിധിവത് ചക്രേ അവഭൃതമേകരാട്. ഋത്വിഗ്ഭ്യഃ സദസ്യേഭ്യോ ദക്ഷിണാം വിപുലാം അദാത് സർവാൻ സംപൂജ്യ വിധിവത് ചക്രേ അവഭൃതമേകരാട്. ഏകരാട് എന്ന് പറഞ്ഞാൽ ഏകരാജാവ് എന്ന് പറഞ്ഞാൽ ഭൂമണ്ഡലത്തിന് മുഴുവൻ ചക്രവർത്തിയായി തീർന്നിരിക്കുന്നു. ആര്? യുധിഷ്ഠിരൻ. എല്ലാവരെയും ദിഗ്വിജയം ചെയ്ത് ഏക ചക്രവർത്തിയായി ഏകാധിപതിയായി തീർന്നിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഏകനായ അധിപതിയായ രാജാവായ യുധിഷ്ഠിരൻ സദസ്യേഭ്യഃ ഋത്വിഗ്ഭ്യഃ വിപുലാം ദക്ഷിണാമദാത്. ഋത്വിക്കുകൾക്ക് പുരോഹിതന്മാർക്ക് വിപുലാം വർദ്ധിച്ചതായിട്ടുള്ള ദക്ഷിണാം അദാത് ദക്ഷിണയെ ദാനം ചെയ്തു. ആരോടുകൂടെ ഋത്വിക്കുകൾക്ക് കൊടുക്കുമ്പോൾ ഒപ്പം സദസ്യന്മാർക്കും
സദസ്സിലുള്ളവരായ ആളുകൾക്ക്, ബ്രാഹ്മണർക്ക്, മുനിമാർക്ക് എല്ലാവർക്കും ഒപ്പം കൊടുത്തു എന്ന് പറയുന്നത് സദസ്യേഭ്യ. സദസ്യേഭ്യ അത് സദസ്യന്മാർക്ക് കൊടുത്തു എന്നാണ്. അവിടെ ഋത്വിഭ്യ എന്നുള്ളതിന്റെ വിശേഷണമായിട്ട് സദസ്യരോടുകൂടിയ ഋത്വിക്കുകൾക്ക് ധാരാളം ദക്ഷിണകളെ ദാനം ചെയ്തു. വിപുലാം ദക്ഷിണാം അതാത് വിധിവത് സർവാൻ സംപൂജ്യ. അങ്ങനെ വിധിപ്രകാരം, ശാസ്ത്രവിധിപ്രകാരം എല്ലാവരെയും വേണ്ട പോലെ പൂജിച്ച് ബഹുമാനിച്ച് ഈ ഏകരാട്ടായ യുധിഷ്ഠിരൻ അവഭൃതം ചക്രേ, അവഭൃത സ്നാനത്തെ ചെയ്തു. അവഭൃത സ്നാനം എന്തിനുള്ളതാണ്? ദീക്ഷയെ അവസാനിപ്പിക്കാനുള്ളതാണ്. ഏതെങ്കിലും ഒരു ദീക്ഷ ഭരിച്ചിട്ടുണ്ടെങ്കിൽ ആ ദീക്ഷയെ അവസാനിപ്പിക്കുന്ന ചടങ്ങാണ് അവഭൃത സ്നാനം. ഇതുവരേക്ക് വേറൊന്നും ചെയ്യില്ല, ഞാൻ ഈ കാര്യത്തിന് മാത്രം ഡെഡിക്കേറ്റഡ് ആണ്, കമ്മിറ്റഡ് ആണ് എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് ദീക്ഷ. അപ്പൊ അതിന് പ്രതീകാത്മകമായിട്ടൊരു ചരട് കെട്ടുകയോ ദർഭ കെട്ടുകയോ വസ്ത്രമെടുക്കുകയോ മുദ്രമാല ധരിക്കുകയോ അങ്ങനെ താടിയും തലയും നീട്ടി വളർത്തുകയും എല്ലാം ചെയ്യുന്നു. അതിനാണ് ദീക്ഷ എന്ന് പറയുന്നത്. ഓരോരുത്തർ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ദീക്ഷ വരിക്കുന്നു, അല്ലേ? പണ്ടൊക്കെ സ്ത്രീകൾ ഗർഭിണികളായാൽ ഭർത്താക്കന്മാർ ഗർഭദീക്ഷ വരിക്കും. ഭാര്യ പ്രസവിക്കുന്നത് വരെ താടിയും തലയൊന്നും വെട്ടാതെ ഒരു പ്രാർത്ഥനയോടുകൂടെ ഞാൻ കൂടെയുണ്ട് എന്ന് ഭാര്യയ്ക്ക് ഒരു സഹായമായിട്ട് എന്താ പറയുക, തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് കൂടെ ഉണ്ടാവും. സുഖപ്രസവം കഴിഞ്ഞ് പിന്നീടാണ് തലയും താടിയൊക്കെ വെട്ടുക. അപ്പം അങ്ങനെ ഗർഭദീക്ഷ. ചിലർ ആരെങ്കിലും ബന്ധുക്കൾ മരിച്ചാൽ, അച്ഛനോ അമ്മയോ മരിച്ചാൽ 1 വർഷത്തേക്ക് ദീക്ഷ എന്ന് വെച്ചാൽ ഒരു വ്രതം, ഒരു കാര്യത്തിനും സൽക്കർമ്മങ്ങൾക്കൊന്നും പങ്കെടുക്കില്ല. തലയും താടിയും നീട്ടി വളർത്തിക്കൊണ്ട് എപ്പോഴും അവരുടെ സ്മരണയിൽ നിത്യവും അവർക്ക് വേണ്ട തർപ്പണാദികൾ ചെയ്തുകൊണ്ട്, ബലികൾ ചെയ്തുകൊണ്ട് കഴിച്ചു കൂട്ടുക. അപ്പോൾ അങ്ങനെ ദീക്ഷയാണ്, കമ്മിറ്റ്മെന്റാണ് ദീക്ഷ. അതിൻ്റെ പ്രതീകങ്ങളാണിതെല്ലാം. ശബരിമലയ്ക്ക് ദീക്ഷ ധരിക്കുന്നു 41 ദിവസം. അതാണ് മുദ്രമാല. മാല ധരിച്ച് നീലവസ്ത്രം അല്ലെങ്കിൽ കറുപ്പ് വസ്ത്രം ധരിച്ച് 41 ദിവസം വ്രതം, താടിയും തലയും നഖവും ഒന്നും വെട്ടാതെ ശബരിമല പോയിട്ട് വന്നാൽ മാലയൂരുന്നു, വസ്ത്രം മാറുന്നു, താടിയും തലയും വടിക്കുന്നു, ദീക്ഷ അവസാനിപ്പിക്കുന്നു. അതുപോലെ ഏത് സൽക്കർമ്മങ്ങൾക്കും ഒരു ദീക്ഷ വരിച്ചു കഴിഞ്ഞാൽ ആ ദീക്ഷയുടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതാണ് അവഭൃത സ്നാനം കൊണ്ട്. എൻ്റെ ആ ഒരു ദീക്ഷ ഇവിടെ ഞാൻ കഴിഞ്ഞിരിക്കുന്നു, ഇനി എനിക്ക് എന്ത് തോന്നിയ വാസവും ആവാം. ഇവിടെ തോന്നിയ വാസം എന്ന് പറഞ്ഞാൽ പരിധി വിടാത്ത തോന്നിയ വാസങ്ങൾ. മറ്റത് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ദിവസങ്ങളാണ്. അതിൽ നിന്നൊരു റിലാക്സേഷനാണ് ഈ കുളി കഴിയുന്നതോട് കൂടിയിട്ട് ഫ്രീ ആയി എന്നർത്ഥം. അപ്പൊ അങ്ങനെ അവഭൃത സ്നാനം കഴിച്ചു. സാധയിത്വാ ക്രതും രാജ്ഞഃ കൃഷ്ണോ യോഗേശ്വരേശ്വരഃ ഉവാസ കതിജന്മാസാൻ സുഹൃദ്ഭിഃ അഭിയാചിതഃ. സാധയിത്വാ ക്രതും രാജ്ഞഃ കൃഷ്ണോ യോഗേശ്വരേശ്വരഃ ഉവാസ കതിജന്മാസാൻ സുഹൃദ്ഭിഃ അഭിയാചിതഃ. യോഗേശ്വരേശ്വര കൃഷ്ണ, യോഗേശ്വരന്മാർക്കും ഈശ്വരനായിരിക്കുന്ന, എല്ലാ യോഗേശ്വരന്മാരെയും ഭരിക്കുകയും അവരുടെ കർമ്മങ്ങൾക്കെല്ലാം ഫലത്തെ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നവനായ ആ കൃഷ്ണൻ രാജ്ഞഃ ക്രതും സാധയിത്വ, രാജാവായ യുധിഷ്ഠിരന്റെ യാഗത്തെ സാധിപ്പിച്ചു കൊടുത്തിട്ട്, സാധയിത്വ സുഹൃദ്ഭിഹി അഭിയാചിത കതിച്ചിൻ മാസാൻ ഉവാസ. സുഹൃദ്ഭിഹി എന്ന് പറഞ്ഞാൽ ബന്ധുഭിഹി, പാണ്ഡവൈഹി, പാണ്ഡവന്മാരാൽ അഭിയാചിത, നല്ലതുപോലെ യാചിക്കപ്പെട്ടു. എന്ത്, ഇപ്പൊ പോണ്ട, കുറച്ച് ദിവസം കൂടി ഇവിടെയൊക്കെ നിന്നിട്ട് പോയാൽ മതി എന്ന് യുധിഷ്ഠിരൻ കൃഷ്ണനെ നിർബന്ധിച്ചു. ഉടനെ പോകാൻ പുറപ്പെട്ട കൃഷ്ണനെ തടഞ്ഞു നിർത്തി. അതാണ് സുഹൃദ്ഭിഹി അഭിയാചിത.
ബന്ധുക്കളാൽ നല്ലതുപോലെ യാചിക്കപ്പെട്ട കൃഷ്ണൻ കതിചിൻ മാസാൻ ഉവാസ, അവിടെ കുറച്ച് മാസങ്ങൾ കൂടെ അവരോടുകൂടെ സന്തോഷമായി കഴിഞ്ഞു. രാജസൂയയാഗം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. അപ്പൊ അതിന്റെ സന്തോഷം എത്രയുണ്ടാവും. അപ്പൊ ആ സന്തോഷത്തെ പങ്കിടാനായിക്കൊണ്ട് അതില് ഭാഗഭാക്കുകളാവാൻ വേണ്ടി അല്ലേ, അതിന്റെ ഒരു ഹാങ് ഓവർ തീരുന്നത് വരെ അവിടെ തന്നെ കഴിച്ചുകൂട്ടി എന്നർത്ഥം. ബന്ധുക്കളോടുകൂടി ആ സന്തോഷം പങ്കിട്ടുകൊണ്ട് കഴിഞ്ഞു. തതോനുജ്ഞാപ്യ രാജാനം അനിച്ഛന്തം അഭീശ്വരഃ യയൗ സഭാര്യ സമാത്യഃ സ്വപുരം ദേവകീസുതഃ. തതോനുജ്ഞാപ്യ രാജാനം അനിച്ഛന്തമഭീശ്വരഃ യയൗ സഭാര്യഃ സമാത്യഃ സ്വപുരം ദേവകീസുതഃ. കുറച്ചു മാസങ്ങൾ യുധിഷ്ഠിരന്റെ അഭ്യർത്ഥന പ്രകാരം താമസിച്ച ശേഷം തതഃ അനുജ്ഞാപ്യ എന്ന് പറഞ്ഞാൽ യാത്ര അനുവാദം ചോദിച്ച് സമ്മതം നേടിയിട്ട് ഈശ്വരഃ ദേവകീസുതഃ, എല്ലാറ്റിൻ്റെയും നിയന്താവായ ഇപ്പോൾ ദേവകീ പുത്രനായി വേഷം കെട്ടിയിരിക്കുന്ന ഈ കൃഷ്ണൻ അനിച്ഛന്തം അഭിരാജാനം അനുജ്ഞാപ്യ എന്നുണ്ട്. രാജാവ് യുധിഷ്ഠിരൻ അനിച്ഛന്തനാണ് എന്ന് വെച്ചാൽ ഇച്ഛിക്കുന്നവനല്ല. ഭഗവാനെ പോകാൻ അദ്ദേഹത്തിന് അനുമതി കൊടുക്കാൻ സമ്മതമില്ല. കൃഷ്ണൻ പോകരുത്, എപ്പോഴും കൂടെ വേണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. എങ്കിലും അദ്ദേഹത്തെ നിർബന്ധിച്ച് ഭഗവാൻ സമ്മതിപ്പിച്ചു. അതാണ് അനിച്ഛന്തം അപി രാജാനം. ഇച്ഛിക്കാത്തവനാണെങ്കിലും ആ രാജാവിനെ അനുജ്ഞാപ്യ സമ്മതിപ്പിച്ചിട്ട് സഭാര്യ സാമാത്യ സ്വപുരം ജയൗ. സഭാര്യ തന്റെ ഭാര്യമാരോടുകൂടിയവും അല്ലെ, രുക്മിണി മുതലായ ഭാര്യമാരോടും സാമാത്യ മാത്യന്മാരോട് തന്റെ കൂടെ വന്നതായിട്ടുള്ള ആളുകളോടും കൂടെ സ്വപുരം ജയൗ സ്വരാജധാനിയിലേക്ക് മടങ്ങി എന്നാണ്. വർണ്ണിതം തദുപാഖ്യാനം മയാ തേ ബഹുവിസ്തരം വൈകുണ്ഠവാസിനോർജന്മ വിപ്രശാപാത് പുനഃ പുനഃ. വർണ്ണിതം തദുപാഖ്യാനം മയാ തേ ബഹുവിസ്തരം വൈകുണ്ഠവാസിനോർജന്മ വിപ്രശാപാത് പുനഃ പുനഃ. ഇവിടെ ശ്രീശുക ബ്രഹ്മർഷി കൺക്ലൂഡ് ചെയ്യണ ഈ രാജസൂയ യാഗത്തിന്റെ ഭാഗം. പരീക്ഷത്തിനോട് പറയാണ്, വിപ്രശാപാത് വൈകുണ്ഠവാസിനോ ജന്മ തദുപാഖ്യാനം മയാ തേ ബഹുവിസ്തരം പുനഃ പുനഃ വർണ്ണിതം. വിപ്രശാപാത് വൈകുണ്ഠവാസിനോ ജന്മ. വിപ്രശാപം സനകാദികളുടെ ശാപം. അപ്പൊ സനകാദികളുടെ ശാപം കൊണ്ട് വൈകുണ്ഠവാസികളായിരുന്ന ജയവിജയന്മാർക്ക് 3 ജന്മങ്ങളുണ്ടായി അല്ലേ. ഹിരണ്യാക്ഷ ഹിരണ്യകശിപുക്കളായും രാവണ കുംഭകർണന്മാരായും ശിശുപാല ദന്തഭക്തന്മാരായും. അപ്പൊ അവരുടെ ജന്മത്തെക്കുറിച്ചും അവരുടെ ഉപാഖ്യാനം, അവരുടെ കഥയെ മയാ തേ എന്നാൽ നിനക്കായിക്കൊണ്ട് ബഹുവിസ്തരം പുനഃ പുനഃ വർണ്ണിതം, വളരെ വിസ്തരിച്ച് വീണ്ടും വീണ്ടും പറയപ്പെട്ടു. തൃതീയ സ്കന്ധത്തിൽ ഹിരണ്യാക്ഷവധ സമയത്തും ഈ കഥകളെ ചുരുക്കിയിട്ടുണ്ട്. സപ്തമസ്കന്ധത്തിൽ ഹിരണ്യകശിപു വധത്തിൽ, പ്രഹ്ലാദ ചരിതത്തിൽ, നരസിംഹാവതാര ഘട്ടത്തിലും ഈ കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പതാ വീണ്ടും ശിശുപാല വധത്തിലും അതെല്ലാം സൂചിപ്പിച്ചു. അപ്പൊ എങ്ങനെ സനകാദികളുടെ ശാപം കൊണ്ട് ജയവിജയന്മാർ അസുരന്മാരായി തീർന്നു, അവർക്ക് ഭഗവാന്റെ കൈകൊണ്ട് മുക്തി കിട്ടിയതായിട്ടുള്ള കഥ അങ്ങേക്കായിക്കൊണ്ട് എന്നാൽ പല പ്രാവശ്യം വിസ്തരിച്ച് പറയപ്പെട്ടു എന്ന് ശ്രീ ശുകബ്രഹ്മർഷിയുടെ പറയണം. രാജസൂയാവഭൃത്യേന സ്നാതോ രാജാ യുധിഷ്ഠിരഃ ബ്രഹ്മക്ഷത്രസഭാമധ്യേ ശുശുഭേ സുരരാടിവ. രാജസൂയാവഭൃത്യേന സ്നാതോ രാജാ യുധിഷ്ഠിരഃ ബ്രഹ്മക്ഷത്രസഭാമധ്യേ ശുശുഭേ സുരരാടിവ. ആ രാജാ യുധിഷ്ഠിരഃ
രാജാവായ യുധിഷ്ഠിരൻ രാജസൂയ അവഭൃത്യേന സ്നാത, രാജസൂയ യാഗത്തിന്റെ ആ അന്ത്യം കുറിച്ചുകൊണ്ടുള്ള അവഭൃത സ്നാനം കൊണ്ട് സ്നാതനായിട്ട് കുളി കഴിഞ്ഞവനായിട്ട് ബ്രഹ്മക്ഷത്ര സഭാമധ്യേ, ബ്രാഹ്മണരും ക്ഷത്രിയരും നിറഞ്ഞിരിക്കുന്ന ആ സഭയുടെ മധ്യത്തിൽ സുരരാടിവ ശുശുഭെ, ദേവരാജാവിനെ പോലെ ശോഭിച്ചു. എങ്ങനെയാണോ ദേവന്മാരുടെ മധ്യത്തിൽ ഇന്ദ്രൻ ശോഭിക്കുന്നത്, അതുപോലെ ബ്രാഹ്മണ ക്ഷത്രിയന്മാരുടെ വൃന്ദത്തിൽ സഭയിൽ ഈ രാജസൂയം കഴിഞ്ഞ് കുളി കഴിഞ്ഞവനായിട്ടുള്ള അതിതേജസ്വിയായ പ്രതാപിയായ യുധിഷ്ഠിരൻ ശോഭിച്ചു എന്ന് പറയുകയാണ്. രാജ്ഞാ സഭാജിതാ സർവേ സുരമാനവഘേജരാഃ കൃഷ്ണം ക്രതും ച ശംസന്തഃ സ്വധാമാനി യയുർമുദാ. രാജ്ഞാ സഭാജിതാ സർവേ സുരമാനവഘേജരാഃ കൃഷ്ണം ക്രതും ച ശംസന്തഃ സ്വധാമാനി യയുർമുദാ. രാജ്ഞാ സഭാജിതാഃ സുരമാനവഘേജരാഃ സർവേ സുരമാനവഘേജരാഃ, സുരന്മാര്, ദേവന്മാര്, മാനവന്മാര്, മനുഷ്യന്മാര്, ഖേചരന്മാര്, ഗന്ധർവാദികൾ, ആകാശചാരികളായിട്ടുള്ള യക്ഷന്മാര്, ഗന്ധർവന്മാര്, കിന്നരന്മാര്, വിദ്യാധരന്മാര് മുതലായിട്ടുള്ളവരും രാജ്ഞാ സഭാജിതാഹ, രാജാവിനാൽ നല്ലപോലെ സൽക്കരിക്കപ്പെട്ടവരായിട്ട്, ബഹുമാനിക്കപ്പെട്ടവരായിട്ട്, പൂജകളും സമ്മാനങ്ങളും ചെയ്യപ്പെട്ടവരായിട്ട് എല്ലാവരും മുദാ കൃഷ്ണം ക്രതും ച ശംസന്തഃ, കൃഷ്ണനെയും രാജസൂയ യാഗത്തെയും പ്രശംസിക്കുന്നവരായിക്കൊണ്ട് സ്വധാമാനി യയുഹു, അവരവരുടെ ധാമങ്ങളിലേക്ക് യാനം ചെയ്തു, തിരിച്ചുപോയി. എല്ലാവരും സന്തോഷിച്ചു ഈ രാജസൂയ യാഗം കൊണ്ട്, എല്ലാവർക്കും തൃപ്തിയായി. അങ്ങനെ എല്ലാവരും ഭഗവാനെയും ഈ രാജസൂയ യാഗത്തെയും പാണ്ഡവന്മാരെയും എല്ലാം സ്തുതിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. ദുര്യോധനം ഋതേ പാപം കലിം കുരുകുലാമയം യോനസേഹേ ശ്രിയം സ്ഫീതാം ദൃഷ്ട്വാ പാണ്ഡുസുതസ്യതാം. ദുര്യോധനം ഋതേ പാപം കലിം കുരുകുലാമയം യോനസേഹേ ശ്രിയം സ്ഫീതാം ദൃഷ്ട്വാ പാണ്ഡുസുതസ്യതാം. അവിടെ എല്ലാവരും സന്തോഷിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഒരാളൊഴികെ എന്ന് പറയണം. ദുര്യോധനം ഹൃദേ, ഹൃദേ എന്ന് പറഞ്ഞാൽ വിനാ, എക്സ്ക്ലൂസീവ്, എക്സ്ക്ലൂഡിങ് ദുര്യോധന. ബാക്കി എല്ലാവരും സന്തോഷിച്ചു, ദുര്യോധനൻ ഒഴികെ. കാരണം എന്താ? ആളുടെ വിശേഷണങ്ങളാ പറയണത്. പാപം, മഹാപാപിയാണ് സ്വഭാവം കൊണ്ട് തന്നെ. കലിയാണ് ഈ ലോകത്തെ, അല്ലെങ്കിൽ എന്താ പറയുക, നശിപ്പിക്കാനായിട്ടുണ്ടായിട്ടുള്ള കലി തന്നെയാണ് ദുര്യോധനൻ. കലിയുടെ മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ കലിമൂർത്തിയായിരിക്കുന്ന കുരുകുല ആമയം, ഈ കുരുവംശത്തിന് ബാധിച്ച ഒരു ക്യാൻസറാണ് ദുര്യോധനൻ. കുറേ ആളുകളെ കൊല്ലാൻ കാരണമായി. വലിയൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു അല്ലേ, ഈ കുരുകുലത്തെ നേരെയാക്കാൻ, കുരുകുല ശരീരം നേരെയാക്കാൻ, പാണ്ഡവന്മാരാകുന്ന എന്താ പറയുക, കുരുകുല ശരീരത്തിലെ ഉത്തമാംഗങ്ങളെ രക്ഷിക്കാൻ കുറേ ഭാഗം ഓപ്പറേറ്റ് ചെയ്ത് കളയേണ്ടി വന്നു. ഒരു ക്യാൻസർ പോലെയായിരുന്നു ഈ വംശത്തിന്, വംശനാശത്തിന് വേണ്ടി വന്നവനാണ് ഈ ദുര്യോധനൻ. ജനിച്ചപ്പോൾ തന്നെ കുറുനരിയുടെ ശബ്ദം ഇട്ടുകൊണ്ട് വന്നപ്പോൾ അന്ന് വിതുരൻ പറഞ്ഞതാ ധൃതരാഷ്ട്രനോട്, ഇവനെ ഉപേക്ഷിച്ചേക്കൂ, ഇവൻ ഈ വംശത്തെ മുടിപ്പിക്കും എന്ന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, വിതുരൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആര് കേൾക്കാൻ. അപ്പോൾ എന്തായാലും ആ കുരുകുല ആമയമായ പാപിയായ കലിയായ ദുര്യോധനൻ ഒഴികെ ബാക്കി എല്ലാവരും സന്തോഷിച്ചു. യോ ന സേഹേ ശ്രിയം സ്ഫീതാം ദൃഷ്ട്വാ പാണ്ഡുസുതസ്യതാം. യഹ, ഏതൊരു ദുര്യോധനാണോ പാണ്ഡുസുതസ്യ, പാണ്ഡുപുത്രനായ യുധിഷ്ഠിരന്റെ സ്ഫീതാം താം ശ്രിയം,
സ്ഫീതം എന്ന് പറഞ്ഞാൽ വ്യക്തമായത്, വർദ്ധിച്ചത്, നല്ലതുപോലെ വർദ്ധിച്ചതായിട്ടുള്ള ഐശ്വര്യത്തെ, ധനസമ്പത്തിയെ എല്ലാം കണ്ടിട്ട് ദൃഷ്ടുവ ന സേഹേ, സഹിച്ചില്ല. അപ്പോ ദുര്യോധനന് മാത്രം സഹിക്കാനായില്ല, അസഹിഷ്ണുവായിരുന്നു, അസൂയ മൂത്തു. അങ്ങനെ ഈ ഐശ്വര്യമെല്ലാം കണ്ടു പോയിട്ടാണ് യുധിഷ്ഠിരന് ഉറങ്ങാൻ പറ്റില്ല, ദുര്യോധനന് പിന്നെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല ദിവസങ്ങളോളം. അങ്ങനെയാണ് ഈ യുധിഷ്ഠിരനെ എങ്ങനെ നശിപ്പിക്കാം, പാണ്ഡവന്മാരെ എങ്ങനെ നശിപ്പിക്കാം എന്ന് ആലോചിച്ച് അമ്മാവനായ ശകുനിയുമായി ചേർന്ന് ചൂതുകളി എന്ന പദ്ധതി ആവിഷ്കരിച്ചത്. അപ്പൊ എന്തായാലും ഇവിടുന്ന് പോയിട്ട് സമാധാനം, ശാന്തി ഉണ്ടായിട്ടില്ല ഈ ദുര്യോധനന്, അസൂയ മൂത്തിട്ട്. അതാണ് ഇവിടെ പാണ്ഡുസുതസ്യ താം സ്ഫീതാം ശ്രിയം ദൃഷ്ട്വാ യഹ ന സേഹേ, യാതൊരുവന് സഹിക്കാൻ കഴിഞ്ഞില്ലയോ. ആ കലിയായ പാപിയായ കുരുകുലത്തിന്റെ വംശനാശത്തിന് വന്ന വിത്തായ ഈ ദുര്യോധനനൊഴികെ എല്ലാവരും സന്തോഷിച്ചു പോയി എന്ന് കൺക്ലൂഡ് ചെയ്യണം. എന്നിട്ട് ഫലശ്രുതിയും പറയുന്നു. യയിദം കീർത്തയേത് വിഷ്ണോഃ കർമ്മ ചൈദ്യവദാദികം രാജമോക്ഷം വിതാനം ച സർവപാപൈഃ പ്രമുച്യത്തെ. യയിദം കീർത്തയേത് വിഷ്ണോഃ കർമ്മ ചൈദ്യവദാദികം രാജമോക്ഷം വിതാനം ച സർവപാപൈഃ പ്രമുച്യത്തെ. അപ്പോ യഹ, ഏതൊരുവനാണോ വിഷ്ണോഹോ ചൈദ്യവദാദികം ഇതം കർമ്മ, ആ വിഷ്ണുവിനാൽ ചെയ്യപ്പെട്ടതായിട്ടുള്ള ചൈദ്യവധം, ശിശുപാലവധം മുതലായ കർമ്മങ്ങൾ, രാജമോക്ഷം, രാജാക്കന്മാരെ 20,800 പേരെ മോചിപ്പിച്ചു ജരാസന്ധന്റെ കാരാഗൃഹത്തിൽ നിന്ന്. ആ രാജാക്കന്മാരുടെ മോക്ഷം അഥവാ മോചനവും, അതുപോലെ തന്നെ വിതാനം ച, ഈ രാജസൂയയാഗത്തിന്റെ വിസ്താരം, എത്ര നന്നായിട്ടാണ് രാജസൂയയാഗം ചെയ്യപ്പെട്ടത്, വിസ്തരിച്ചത്, അതിനെക്കുറിച്ചും ആരാണോ യഹ കീർത്തയേത്, ആർ കീർത്തിക്കുന്നുവോ അവൻ സഹ സർവപാപൈഹി പ്രമുച്യത്തെ, അവൻ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായിത്തീരുന്നു. കാരണം ഈ രാജസൂയയാഗം ആര് കീർത്തിക്കുന്നു, ആര് കേൾക്കുന്നു, അവരുടെ ഉള്ളിൽ കൃഷ്ണനോടുള്ള ആരാധന വർദ്ധിച്ചു വരും. അവരുടെ ഹൃദയത്തിൽ അഗ്നിയാസനത്തിൽ ഭഗവാൻ പ്രതിഷ്ഠിതനാകും. എങ്ങനെയാണോ ഈ പാണ്ഡവ സഭയിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ അശ്വമേധ യാഗം നടക്കുമ്പോൾ ആ ഭഗവാനെ അഗ്നിയാസനത്തിൽ ഇരുത്തി പൂജിച്ചത്, ആ രംഗം നിരന്തരം മനസ്സിൽ കാണുന്നവരുടെ ഹൃദയത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആസനത്തിൽ ഭഗവാൻ പ്രതിഷ്ഠിതനാകും. ഭഗവത് ഭക്തി ഉറയ്ക്കും. ഭഗവാന്റെ മഹിമ അവർക്കൊരിക്കലും വിസ്മരിക്കാനാവില്ല. ഭഗവാന്റെ കാരുണ്യം, ഭഗവാന്റെ ധർമ്മ സംസ്ഥാപനത്തിനായിക്കൊണ്ടുള്ള ലീലകൾ, ഇതെല്ലാം ഈ കഥ വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും. അങ്ങനെ അവർക്ക് ഭഗവാനോട് ആ ഒരു ആഭിമുഖ്യം വർദ്ധിച്ചു വരും. ശിശുപാലന ദ്വേഷം കൊണ്ട് ആ ഭഗവാനെ മറക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ നമുക്ക് ഭക്തി കൊണ്ട്, ആരാധന കൊണ്ട് ഭഗവാനെ മറക്കാൻ കഴിയുകയില്ല. നിരന്തരം നമ്മുടെ ഉള്ളിൽ ഭഗവാൻ ഉറച്ചു പോകും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ പാപങ്ങളും നശിച്ചു പോകും. അല്ലേ? ഭഗവാൻ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടുന്ന് പാപം വരാനാ? നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഭഗവാൻ നമ്മുടെ പാപങ്ങളെയെല്ലാം ദൂരീകരിക്കും. അപ്പോ അങ്ങനെ ഫലശ്രുതിയോടുകൂടി സർവപാപൈഹി പ്രമുച്യത്തെ, എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തിക്കായിക്കൊണ്ട് ഈ ഭഗവാന്റെ മാഹാത്മ്യം ഏറിയതായിട്ടുള്ള ഈ രാജസൂയ യാഗകഥ, അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ എല്ലാം എപ്പോഴും സ്മരിക്കാം എന്ന് പറയണം. യയിദം കീർത്തയേത് വിഷ്ണോഃ കർമ്മ ചൈദ്യവദാദികം രാജമോക്ഷം വിതാനം ച
സർവപാപൈഃ പ്രമുച്യത്തെ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ശിശുപാലവധോ നാമ ചതുസ്സപ്തതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. അപ്പൊ ഇതിൽ ദുര്യോധനം മൃതേ എന്നൊരു പ്രയോഗമുണ്ടായി. ദുര്യോധനൻ ഒഴികെ ബാക്കി എല്ലാവരും സന്തോഷിച്ചു. അപ്പൊ അതൊരു പ്രശ്നബീജമാണ്. അപ്പൊ പ്രശ്നബീജത്തെ ഇട്ടിട്ടാണ് ഈ അധ്യായം ശ്രീ ശുക ബ്രഹ്മർഷി ഉപസംഹരിച്ചത്. പ്രശ്നബീജം എന്ന് പറഞ്ഞാൽ ചോദ്യത്തിനുള്ള കാരണം, ഒരു സംശയം. അപ്പോൾ അടുത്ത അധ്യായം ആരംഭിക്കുന്നത് ഇതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടാണ്. അതെന്താ അങ്ങനെ പറഞ്ഞ്? ഈ ദുര്യോധനന് മാത്രം എന്താ അസഹിഷ്ണുതയുണ്ടായത്? ജ്യേഷ്ഠനല്ലേ അദ്ദേഹത്തിന്റെ യുധിഷ്ഠിരൻ? ജ്യേഷ്ഠന്റെ ഐശ്വര്യം കാണുമ്പോൾ അനുജന്മാര് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? എന്തു പറ്റി? എങ്ങനെയൊക്കെയാണ് അത് ഉണ്ടായത്? കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറയൂ, എനിക്ക് സംശയം നീങ്ങുന്നില്ല എന്ന് പരീക്ഷിത്ത് രാജാവ് ചോദിക്കുന്നു. അതിന് മറുപടിയായിട്ടാണ് ദുര്യോധനന് ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ചുണ്ടായ അപമാന കഥയും കൂടി പറയുന്നത്. മറ്റു പല കാര്യങ്ങളുമുണ്ട്, അതോടൊപ്പം അദ്ദേഹത്തിനുണ്ടായ അപമാനവും എല്ലാം കൂടി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അസഹിഷ്ണുത വർദ്ധിച്ചു. അപ്പോൾ ആ കഥയിലേക്ക് നമുക്ക് വൈകുന്നേരം പറ്റിയാൽ പോകാം. വൈകുന്നേരം ഇവിടെ കുറച്ച് ഗസ്റ്റുകൾ വരുന്നുണ്ട്, നോക്കിയിട്ട് അവരുടെ സൗകര്യം പോലെ ക്ലാസ് എടുക്കാം. എന്തായാലും നോക്കിക്കോളൂ, 6:30 പറ്റിയാൽ ചെയ്യാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. ഇപ്പോൾ എല്ലാവർക്കും ശുഭദിനം. വൈകുന്നേരം നോക്കിക്കോളൂ. നാളെ രാവിലെ ഉണ്ടാകും. ഹരി ഓം.